بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يرد الله أن يهديه يشرح صدره للإسلام، ومن يرد أن يضله يجعل صدره حرجا ضيقا كأنما يصعد في السماء. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മുടെ ഈ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നല്ല അമലുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിന് അവസാന സമയം വരെ ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും
നമ്മുടെ കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, സാദാത്തുക്കൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സ്നേഹിതർ, ഇതുപോലെയുള്ള പരിപാടികളുമായി സഹകരിക്കുന്ന, സഹായിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല നിലയിൽ ജീവിച്ച് ആഖിബത്ത് നന്നായി ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നവരിൽ അവരെയും നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവയവങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ അവയവമാണ് അവന്റെ ഖൽബ്. ആ ഖൽബിന്റെ പരിശുദ്ധിക്ക് വേണ്ടി എപ്പോഴും സൂക്ഷ്മതയോടെ പ്രവർത്തിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. നമ്മുടെ ഖൽബ്, മനസ്സ്, ഹൃദയം എന്നൊക്കെ നാം പേരിട്ട് വിളിക്കുന്ന ഖൽബ്, അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സ്വഭാവങ്ങളിലും നിയലിക്കും. ഖൽബ് പരിശുദ്ധമാണോ? എന്നാൽ ആ പരിശുദ്ധിക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വലിയ സ്വീകാര്യതയും വലിയ സ്ഥാനമാനങ്ങളും ലഭിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നിടത്തും പ്രധാനമായും പരാമർശിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ മാനസിക ശുദ്ധി. ഖൽബിന് ശുദ്ധിയില്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എത്ര വൃത്തിയുണ്ടായിട്ടും യാതൊരു കാര്യവും ഇല്ല. ഖൽബിന് പരിശുദ്ധി ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈമാൻ. ആ ഈമാനിന്റെ പരിപോഷണത്തിന് ആവശ്യമായ സുഹൃതങ്ങൾ നിത്യജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും നാൾക്ക് നാൾ അത് വർദ്ധിപ്പിക്കുകയും ആത്മാർത്ഥമായി അത് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിന് വലിയ പരിശുദ്ധി അല്ലാഹു നൽകും. ഖൽബ് ഏറ്റവും പരിശുദ്ധമായതാണെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനായി, രക്ഷപ്പെട്ടവനായി. ഖൽബിന് കേടുപാട് സംഭവിച്ചാൽ ബാക്കി എല്ലാ സംഗതികളിലും അവൻ മോശപ്പെട്ടവനായി, കേടുള്ളവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണം. അത് എല്ലാ അർത്ഥത്തിലും നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും മെച്ചപ്പെട്ടു, നന്നായി. രണ്ടർത്ഥത്തിൽ ഈ ഹദീസ് വായിക്കാം. ഹാർട്ടിന് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച ആളാണെങ്കിൽ അയാളെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും അത് പ്രതിഫലിക്കും. എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ ഒരു കുറവുണ്ടാകും. നിങ്ങളൊരു ഹാർട്ട് രോഗിയെ കണ്ടു നോക്കൂ.
അവന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട 7 അവയവങ്ങളിലും അതിന്റെ ചെറിയ കേടുപാട് ചെറിയ രൂപത്തിലെങ്കിലും രൂപപ്പെട്ടു വരും. അതേ സമയത്ത് ഒരു രോഗവും ഇല്ലാത്ത നല്ല തെളിഞ്ഞ ഹാർട്ടാണെങ്കിൽ ബാക്കി എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യസ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഒരർത്ഥം ആ പറഞ്ഞ വിഷയത്തിന് വെക്കാം. കേടുപാടും നല്ലതും. അതല്ല, ആന്തരികമായി ചില വിഷയങ്ങളുണ്ട്. ബാഹ്യതലത്തിൽ അതിന്റെ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാകും. ആന്തരിക തലത്തിൽ നമ്മുടെ കൽബിന് കേടുപാട് സംഭവിക്കുന്ന കൽബിയായ രോഗങ്ങൾ അത് പിടിപെട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ഫസാദായി പോയി. കൽബ് മോശമാണെങ്കിൽ അവന്റെ നാവും, അവന്റെ കൈയും, അവന്റെ കാലും, അവന്റെ കണ്ണും, അവന്റെ നാക്കും, അവന്റെ കാതും, അവന്റെ അവയവങ്ങളിലൊക്കെ അതിന്റെ ദൂഷ്യവശങ്ങൾ പ്രതിഫലിക്കും. അവന്റെ നാവ് ശരിയായ രൂപത്തിലാകൂല, കണ്ണുകൊണ്ട് കാണുന്നത് നേരാകൂല, കാതുകൊണ്ട് കേൾക്കുന്നത് മോശപ്പെട്ടതായിരിക്കും, കൈകൊണ്ട് അവൻ സ്പർശിക്കുന്നതും ടച്ച് ചെയ്യുന്നതും എഴുതുന്നതും പിടിക്കുന്നതും എല്ലാം മോശപ്പെട്ടതായിരിക്കും. കാലുകൊണ്ട് സഞ്ചരിക്കുന്നതും കാലുകൊണ്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതും ആ കാലെടുത്ത് വെക്കുന്നതും കാലുകൊണ്ട് മറ്റു പ്രയോഗങ്ങൾ നടത്തുന്നതും ഒക്കെ അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്തതായിരിക്കും. ഖൽബ് കേടായി പോയാൽ പിന്നെ ഒക്കെ മോശമായി പോകും. പഴയ കാലത്തുള്ള ഉലമാക്കൾ അതിന് ഉദാഹരണം പറയലുണ്ട്. ഖൽബ് കേടാകാന്നുള്ളതിന് ഉദാഹരണം പറയുന്നത് ഏറ്റവും ബെറ്ററായ ഉദാഹരണമാണ്. ഖൽബ് കേടായാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അവർ പറയും, നമ്മുടെ വീട്ടിലെ വിസർജന സ്ഥലം പോലെ ഉണ്ടാകും. വിസർജന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ ഉൾഭാഗം ഫുൾ മലിനമാണ്. പക്ഷെ പുറത്തെന്തൊരു ഭംഗിയുണ്ട്. അതിലൊട്ടിച്ച ടൈലിന് എന്തൊരു സൗന്ദര്യം. ചുമരിന്റെ മുകളിലുള്ള ടൈലിനൊക്കെ നല്ല വെളുപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ആ പോയി ഇരിക്കുന്ന വിസർജന സ്ഥലത്തിന്റെ പുറംഭാഗം വരെ കഴുകി വൃത്തിയാക്കി ചളിയൊക്കെ നീക്കി നല്ല ക്ലിയർ ആയിട്ടാണ്. പക്ഷെ ഉൾഭാഗമോ, വിസർജന വസ്തു കെട്ടിക്കിടക്കുന്ന പ്രവേശിക്കുന്ന ഉൾഭാഗമോ ഒന്നിനും കൊള്ളാത്തതാണ്, മലിനമാണ്. ഇതുപോലെ ഇരിക്കും ഖൽബ് നാറിപ്പോയാൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, അവന്റെ ബോഡി, അവൻ മിനുക്കിയെടുക്കുന്ന അവന്റെ മുഖവും അവന്റെ ശരീരവും അവന്റെ അവയവങ്ങളും എല്ലാം ബാഹ്യതലത്തിലുള്ള ഒരു ഭംഗി അതിനുണ്ടാകും. ഉള്ളു മോശമായാൽ അങ്ങനെ, ഉള്ളു കേടുവരാൻ പാടില്ല. ഖസ്വത്തുൽ ഖൽബ് മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഖൽബിന് കടുപ്പം കൂടി വരാൻ പാടില്ല. ലോല മനസ്സ് വേണം നമുക്ക്, ലോലമായ ഹൃദയം, അഴുക്കുകൾ പുരളാത്ത സലീമായ ഖൽബ്. അതിനാണല്ലോ കാര്യമായിട്ട് രക്ഷയുള്ളത്. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ അവസാനമാണത്. അല്ലാഹുവേ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം എന്നെ നീ പരാജയപ്പെടുത്തരുത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്ത് ഉള്ളവന് സമ്പത്ത് എന്ന മേൽവിലാസത്തിൽ ഉപകാരം അർഹിക്കാത്ത ഒരു ദിനം. സമ്പന്നനായി എന്ന മേൽവിലാസത്തിൽ ഇവിടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇവിടെ സമ്പന്നൻ ഒരു പക്ഷേ ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ഥലത്ത് വലിയ ആഘോഷം നടക്കുന്നു പ്രസിഡന്റായ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ. അതിൽ സംബന്ധിക്കുന്ന 100-ലധികം വരുന്നത് വലിയ ലോകത്തുള്ള കോടിപതികളാണ്. അവർക്ക് ആ സമ്പത്തിന്റെ പേരിൽ കിട്ടിയൊരു ഉപകാരമാണത്. അത് ഇവിടെ. പക്ഷേ അവിടെ ദുനിയാവിൽ കോടീശ്വരനായി എന്ന മേൽവിലാസത്തിൽ ഒരു ഉപകാരവും ഇല്ല. സമ്പത്തിന്റെ മേൽവിലാസത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ദിവസം. വലാ ബനൂൻ, നിറയെ സന്താനങ്ങളുണ്ട്.
മക്കളും പേരമക്കളും നോക്കിയാൽ 50-ലധികം ഉണ്ട് എന്ന മേൽവിലാസം കൊണ്ട് ഉപകരിക്കാത്തൊരു ദിവസം, സമ്പത്ത് കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽക്കോയ്മ കൊണ്ട് അവിടെ ഒന്നും കിട്ടാനില്ല. സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സമ്പത്തും ചെലവഴിച്ചത് നല്ല രൂപത്തിലുമാണെങ്കിൽ അത് വേറെ. നല്ല മക്കളെ വാർത്തെടുത്ത് നല്ല രൂപത്തിൽ വളർത്തിയെങ്കിൽ അത് വേറെ. സമ്പത്ത് എന്നൊരൊറ്റ മേൽവിലാസത്തിൽ അവിടെ ഒന്നും കിട്ടാനില്ല. സന്താനങ്ങളുടെ പെരുപ്പം കൊണ്ട് ഒരു ഉപകാരവും നടക്കാനില്ല. അവിടെ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കുന്നത്, എന്തും കിട്ടുന്നുവെങ്കിൽ കിട്ടുന്നത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കാണ് ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സോടെ. ശക്കില്ല, നിഫാഖില്ല, ബിദ്അത്തില്ല, കുഫറില്ല, റിയാ ഇല്ല, നല്ല മനസ്ഥിതിയോടെ. ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ അനുസരിച്ച് രോഗത്തിന്റെ ചെറിയ അണുക്കളാകുന്ന, ചെറിയ ചെറിയ പുഴുക്കുത്തുകളാകുന്ന ബിദ്അത്തും ഫിസ്കും പുരളാത്ത സലീമായ സുരക്ഷിതമായ ഖൽബ്, ആ ഖൽബ് കൊണ്ട് റബ്ബിന്റെ സവിധത്തിലെത്തുന്നവന് അവനാണ് അന്ന് കാര്യമുള്ളത്, അവനാണ് അന്ന് വിജയമുള്ളത്. സലീമായ ഖൽബ് നേടിയെടുക്കാൻ അതിനുള്ള പരിശ്രമമാണ് ഈ ദുനിയാവിലുള്ള വലിയൊരു ശ്രമമായി നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, 3 വിഷയങ്ങളിൽ ഒന്നാണത്. ഒരു മനുഷ്യൻ പഠിച്ചെടുക്കൽ നിർബന്ധമായ, ഒരു മുഅ്മിൻ സ്വായത്തമാക്കൽ നിർബന്ധമായ 3 അറിവുകളിൽ ഒരു അറിവ് ഇൽമു തസ്കിയ, ആത്മസംസ്കരണത്തിന്റെ അറിവാണ്. അവന്റെ ആത്മാവ്, അവന്റെ ഖൽബ് കീടങ്ങൾ നിറഞ്ഞതായിട്ട് ഏത് തരത്തിലുള്ള മേക്കപ്പ് നടത്തിയിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ കാര്യമായൊരു കാര്യവും ഇല്ല. അതേ സമയത്ത് ഖൽബിന് പരിശുദ്ധിയുണ്ടോ, അവന്റെ പുറമെയുള്ള പ്രവർത്തനങ്ങൾക്കും സ്വീകാര്യതയുണ്ട്. അവന്റെ ഏതേത് വാക്കുകൾക്കും അർത്ഥമുണ്ട്, അതിന് ഫലമുണ്ട്, അതിന് കാര്യമുണ്ട്, നേട്ടമുണ്ട്. ഖൽബിന് കസ്വത്ത് വരാതിരിക്കാൻ ശരിയായ നിലക്ക് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മനുഷ്യരുടെ ഖൽബ് കട്ടിയായി പോയാൽ ഏത് രൂപത്തിൽ കട്ടിയായി പോകും? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, കല്ല് പോലെ കട്ടിയാകും, അതല്ല ഔ അശദ്ദു ഖസ്വ, പാറക്കല്ലിനേക്കാളും വലിയ കട്ടി ഖൽബിനുണ്ടാകും. പാറക്കല്ലുകൾക്ക് പിന്നെയും ഒരുപാട് നന്മകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, പിളർന്നിട്ട് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരുപാട് പാറകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പൊട്ടിയൊഴുകിയിട്ട് ഒരുപാട് നദികൾ ഒഴുകുന്ന, അതിന് കാരണമാകുന്ന ഒരുപാട് പാറക്കല്ലുകളുണ്ട്. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചതു കാരണം മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടുരുണ്ട് വന്ന് ഭക്തിയോടെ നിൽക്കുന്ന പാറക്കല്ലുകളും ഉണ്ട്. പാറക്കല്ലുകൾ നമ്മുടെ ഖൽബിനേക്കാളും മഹത്വമേറിയതാണ്. പാറയെക്കാളും അധികം കട്ടി നമ്മുടെ ഖൽബിനുണ്ടാകരുത്. ഖൽബിന് ഖസ്വത്ത് വരുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. കാരണം ഖസ്വത്തുള്ള മനുഷ്യൻ, ഖസ്വത്തുള്ള ഖൽബുള്ള മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ബഹുദൂരത്താണ് അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്കൻ, കടുത്ത മനസ്സുള്ളവൻ. ഉപദേശം അവന്റെ മനസ്സിന് കേൾക്കൂല, ദൃഷ്ടാന്തങ്ങൾ അവന്റെ മനസ്സിനെ പിടിപെടൂല. എന്തു സൂചനകൾ അല്ലാഹു നൽകിയാലും അവന്റെ മനസ്സിന് അതൊരു സൂചനയായിട്ടോ ഒരു വാണിംഗ് ആയിട്ടോ അവന്റെ മനസ്സിനെ അനുഭവിക്കൂല. എന്ത് വന്നാലും വേറെ വഴിക്ക് അവൻ വ്യാഖ്യാനിക്കും. എന്ത് വിഷയങ്ങൾ അവന് സ്വന്തത്തിലുണ്ടായാലും വേറൊന്നുകൊണ്ട് അവൻ വ്യാഖ്യാനിക്കും. കാരണം അവന്റെ മനസ്സിന്റെ മരവിപ്പാണത്. ദിക്ർ ചൊല്ലിയിട്ടും മരവിപ്പ് നീങ്ങാത്തവരുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ദിക്റും ചൊല്ലുന്നുണ്ട്, സ്വലാത്തും ചൊല്ലുന്നുണ്ട്, ഔറാദൊക്കെ ഉണ്ട്, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കടുപ്പം മാറുന്നില്ല.
ഖുർആൻ പറഞ്ഞില്ലേ ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ദിക്ർ ചൊല്ലിയിട്ടും ഖൽബ് കടുത്തു പോകുക. എന്തൊരു കടുപ്പാണത്. ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലുന്നുണ്ട്, സ്വലാത്തൊക്കെ ചൊല്ലുന്നുണ്ട്, ഖൽബിന്റെ മരവിപ്പ് അങ്ങോട്ട് മാറുന്നില്ല. ഖൽബിന്റെ രോഗങ്ങളൊന്നും മാറിക്കിട്ടിയാൽ നല്ല സുഖല്ലേ. ഖൽബിന് കാര്യമായിട്ട് കേടുപാട് വരുത്തുന്ന രോഗങ്ങൾ മാറാതെ നമ്മളത് ശുദ്ധീകരിക്കാതെ എവിടേക്കാ നമ്മൾ ഈ പോക്ക്? ഖസ്വത്തുൽ ഖൽബ് മാറണം. ഖസ്വത്തുൽ ഖൽബുള്ള മനുഷ്യന് ഉപദേശം ഫലിക്കൂല, ദിക്ർ അവന് ഫലിക്കൂല. രോഗങ്ങൾ അല്ലാഹു തആല കൊടുത്തു എന്നിരിക്കും, മാറ്റം ഉണ്ടാകൂല. വേറെ വ്യാഖ്യാനിക്കുവൻ വേറെ കാരണങ്ങളൊക്കെ കൊണ്ടാണ്. ഓൻ ചിന്തിക്കൂല എനിക്ക് പല വിഷയങ്ങളും ഉണ്ടായിട്ട് അല്ലാഹു തആല തന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. വ്യാഖ്യാനം വേറെ. ഞാൻ അത് കഴിച്ചിട്ട് അത് കുടിച്ചിട്ട് ഒന്നുമല്ല. നീ അത് കഴിച്ചിട്ടുമല്ല കുടിച്ചിട്ടുമല്ല, നിന്നിലുള്ള ചില അരുതായ്മകളെ മാറാൻ വേണ്ടി അല്ലാഹു തആല തന്നൊരു ഷോക്കാണ്. പക്ഷെ ചിന്തിക്കൂല, മാറൂല. വ്യാഖ്യാനം വേറെ ആയിരിക്കും. പലതും പറയാവൻ അങ്ങനെ ഒന്നൊന്നല്ല. അല്ലാഹു തആല കൊടുത്ത് ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്, ഒന്ന് ചിന്തിച്ചു മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു അക്രമിയെ അല്ലാഹു തആല ഒറ്റടിക്ക് നശിപ്പിച്ചിട്ടുണ്ടോ? ഫിർഔനൊക്കെ എത്ര കാലം അല്ലാഹു തആല സുഖം കൊടുത്തു? എത്ര കാലം കൊട്ടാരത്തിൽ സുഖിച്ചു ഫിർഔൻ? എത്ര കാലം സുഖിച്ചു സഹോദരങ്ങളെ അബ്രഹത്ത് രാജാവ്? കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിനെ ആ സ്പോട്ടിൽ അവിടെ നിന്ന് കല്ലെറിഞ്ഞ ആ സ്പോട്ടിൽ അല്ലാഹു തആല മരണം നൽകിയിട്ടില്ല. കല്ലിന്റെ ഏറുകൊണ്ട് അയാളെ ശരീരമാകെ ഊർത്ത് വികസിച്ചു. അയാളെ വയറിന്റെ ഒരു ഭാഗം പൊട്ടിയൊലിച്ചു. ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു തആല അയാളെ മൗത്താക്കിയത്. എന്തിനെന്നറിയോ? മാറി ചിന്തിക്കാൻ ഒരു നേരം കിട്ടിയില്ല പടച്ചോനെ എന്ന് പറയാൻ പാടില്ല. എനിക്കൊരു അവസരങ്ങളും നീ തന്നില്ലല്ലോ അല്ലാഹുവേ മാറാന് എന്ന് ഫിർഔൻ പറയൂല. കാരണം ഫിർഔനിന്റെ മുന്നിൽ കൺ തുറന്ന ദൃഷ്ടാന്തങ്ങൾ 9 വരിവരിയായി അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒന്നല്ല 9. വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാതിൻ ഫസ്അൽ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിനോട് ചോദിക്ക്, മൂസാ നബി അലൈഹിസ്സലാമിന് 9 ദൃഷ്ടാന്തങ്ങൾ, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയില്ലേ? ഫിർഔന് പച്ചയായി കണ്ടില്ലേ ഇതൊക്കെ? അല്ലാഹു തആല പെട്ടെന്ന് അവനെ പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വിശ്വസിച്ചു എന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചിങ്ങനെ മുങ്ങിപ്പൊങ്ങുന്ന സമയത്ത് ഫിർഔന് ഖൽസം നദിയിൽ വെച്ചുകൊണ്ട് മൂസാ നബിയോട് ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. മൂസാ ഒന്ന് രക്ഷപ്പെടുത്തണം. ബനു ഇസ്രായീലിൽ ഏത് ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചോ അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചു. മൂസാ നബി എന്താ ചോദിച്ചത്? ആന ഇപ്പയാണോ നേരായത്? ഇപ്പയാണോ നിനക്ക് നേരമായത്? വഖദ് അസൈത മിൻ ഖബൽ, ഇതിനു മുമ്പ് നീ ധിക്കാരിയായി പ്രവർത്തിച്ചില്ലേ? വകുംത മിനൽ മുഫ്സിദീൻ, നാശകാരികളിൽപ്പെട്ട് ജീവിച്ചില്ലേ? എത്ര ദൃഷ്ടാന്തങ്ങൾ പച്ചയായി നിന്റെ മുന്നിൽ വന്നിരുന്നു. മാറാ സമയം കിട്ടിയോ നിനക്ക്? ദൃഷ്ടാന്തങ്ങളാണ് എന്ന നിലക്ക് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ പലതും? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നോട് ദ്വാരക്കാൻ വേണ്ടി നിന്നെ ആളെ നീ പറഞ്ഞയച്ചില്ലേ? ഒന്ന് ദ്വാരക്കണം, ഞങ്ങൾ വിശ്വസിച്ചോളാന്ന് പലവരും പറഞ്ഞില്ലേ? എന്നിട്ട് ഞാനത് നിങ്ങൾ വിശ്വസിച്ചോളൂന്ന് കരുതിയിട്ട് അള്ളാഹിനോട് ദ്വാരന്നിട്ട് ആ പരീക്ഷണം അള്ളാഹു മാറ്റി തന്നിട്ട് പിന്നെയും നന്ദികേടല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ വരിവരിയായി അല്ലാഹു തആല തന്നിട്ട് കുടുങ്ങിയപ്പോ നിങ്ങൾ പറഞ്ഞു ഉദ്ഉലനാ റബ്ബക്, മൂസാ നബിയെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ, ഈ പരീക്ഷണം ഒന്ന് മാറിക്കിട്ടിയാ ഞങ്ങൾ വിശ്വസിച്ചോളാം, ബനു ഇസ്രായീലരെ പറഞ്ഞേച്ചോളാം. പക്ഷേ പരീക്ഷണം അങ്ങ് മാറുമ്പോ ഇദാഹും യൻകുസൂൻ, പിന്നെയും കരാർ പൊളിക്കുന്നു, പറഞ്ഞ വാക്ക് ലംഘിക്കുന്നു, വിശ്വാസത്തിലേക്ക് വരുന്നില്ല, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അതല്ലേ ഉണ്ടായത്?
ഒന്നും കിട്ടാഞ്ഞിട്ടാണോ നീ വിശ്വസിക്കാതിരുന്നത്? ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ നേരമായത്? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ നേരമാണ്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയ നേരമാണ്. ഇനി എങ്ങോട്ട് നന്നാകാനാണ്? ഇനി ആര് സ്വീകരിക്കാനാണ്? പടച്ച റബ്ബ് സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചോദിച്ചത്. വെള്ളം കുടിച്ചിട്ട് റൂഹ് പുറപ്പെടാനാകുന്ന നേരത്ത്, തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്താണോ വിശ്വാസം വിളിച്ചു പറയേണ്ടത്? ഇതിനു മുമ്പ് എത്ര നേരമുണ്ടായിരുന്നു? അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലേ അത്രയും നീട്ടിക്കൊടുത്തത്. എത്ര സുഖത്തിലാവും കഴിഞ്ഞത്. ഒരു അസുഖം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഫിർഔന് ഒരു അസുഖം പോലും ഉണ്ടായിട്ടില്ല. എത്ര വലിയ ആരോഗ്യമാണ് അള്ളാഹു തആല കൊടുത്തത്. നമ്രൂദ് പെട്ടെന്ന് അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്രൂദിന്റെ പൊന്നു മകള് വിശ്വസിച്ചിട്ട് പോലും നമ്രൂദ് വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിൽ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ. അത് അള്ളാന്റെ റഹ്മത്താണ്. എന്തിനാ അള്ളാഹു തആല ചിലതൊക്കെ ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി തരുന്നറിയാം? നമ്മളൊന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. നമ്മളിൽ വരുത്തുന്ന മാറ്റം നമ്മൾ ഖൽബിയായ നിലക്ക് ഉണരാനും നന്നാകാനാണ്. പെട്ടെന്ന് അതാ ചിന്തിക്കേണ്ടത്. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഞാൻ മടങ്ങാനാണ്, ഞാനൊന്ന് ആലോചിക്കാനാണ്, ഞാനൊന്ന് ഓർക്കാനാണ്. ചിന്തിക്കാനൊക്കെ സമയമായിട്ടുണ്ട്, മാറാനൊക്കെ സമയമായിട്ടുണ്ട്. അതിനുള്ള ചെറിയൊരു ഷോക്കാണ് അല്ലാഹു തആല തന്നത്. ഇനിയും ഞാൻ എന്റെ ഖൽബ് നന്നാക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നന്നാക്കുക? ഖൽബിന് ഖസ്വത്ത് കട്ടിക്കൂടി വരരുത്. കട്ടിക്കൂടി വന്നാല് ഖസ്വത്തുൽ ഖൽബിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും ഇഷ്ടം. ഖസ്വത്തുൽ ഖൽബുള്ളവർക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരിക്കും ഇഷ്ടം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു 3 കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമാണ്. 1, ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ്. 2, ത്വആമു വലിയ ഇഷ്ടമാണ്. 3-മത്തത് വിശ്രമം. വിശ്രമം, അടിച്ചുപൊളി, ഉല്ലാസം വലിയ ഇഷ്ടമാണ്. റാഹത്ത് വലിയ ഇഷ്ടമാണ്. നൗമു വലിയ ഇഷ്ടമാണ്. ത്വആമു വലിയ ഇഷ്ടമാണ്. ത്വആമു ഇപ്പൊ കഴിച്ചാലും പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും, പിന്നെയും കിട്ടിയ പിന്നെയും കഴിക്കും, പിന്നെയും കിട്ടിയ പിന്നെയും കഴിക്കും, പള്ള പൊട്ടുന്നവരെ കഴിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഇഷ്ടക്കാർ അങ്ങനെയാ പോകുന്നത്. അതുകൊണ്ടല്ലേ പാകപ്പെടുത്തിയ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഭക്ഷണം വയറ് നിറയെ കഴിച്ചാൽ ഖൽബിന് ഖസ്വത്ത് വരും. അഫാതു ശിബഇൻ അഫാതു ശിബഇൻ സിഖലു ജിസ്മിൻ ഖസ്വത്തുൽ ഖൽബിൽ ലിസാലതു ഫിത്നതൻ മുതമൽമിലാ തളഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ ഫഹ്ദറൻഹു വഅബ്ഹലാ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരുപ്പമാര് പരിധി വിട്ട് ഭക്ഷണം കൊടുക്കരുത്. നമ്മൾ കഴിക്കുമ്പോഴും ഒരു പരിധി വെച്ച് ഭക്ഷണം കഴിക്കണം, ഓവറാകരുത്. ആഫാത്തു ശിബഇൻ, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ആപത്തുകൾ, ദുരന്തങ്ങൾ. ഫിഖലു ജിസ്മിൻ, ശരീരത്തിന് പ്രായത്തെ വെല്ലുന്ന കനം വരും. പ്രായത്തെ വെല്ലുന്ന കനം. അവന്റെ കനവും മറ്റും കണ്ടാ വിചാരിക്കും അവന് 65, 60, 70, 80 ആയിട്ടുണ്ട്. ചോദിച്ചു നോക്കുമ്പോ ആകെ വയസ്സ് 30 ആയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 25 ആയിട്ടേ ഉള്ളൂ. പക്ഷേ കനം തോട്ടി നോക്കുന്ന സമയത്ത് അങ്ങനെയാ. ഫിഖലു ജിസ്മിൻ, ശരീരത്തിന്റെ പ്രായത്തിനെ വെല്ലുന്ന കനം വരും. മാത്രമല്ല 2-മത്തെ വിഷയം ഖസ്വത്തുൽ ഖൽബ്, ഖൽബിന് കടുപ്പം വരും. ഉപദേശം സ്വീകരിക്കാത്ത, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാത്ത, ഖൽബിന്റെ രോഗങ്ങൾക്ക് ശമനമില്ലാത്ത കടുത്ത മനസ്കത വരും. അൽ ഇസാലത്തു ഫിത്നതൻ, ബുദ്ധി കൂർമ്മത നീങ്ങിപ്പോകും. പാകത്തിലുള്ള ഭക്ഷണം കൊടുത്തെങ്കിലേ ബുദ്ധിക്ക് വൈഭവം കൂടുകയുള്ളൂ, ഓർമ്മശക്തിക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. പാകത്തിലുള്ള ഭക്ഷണം കഴിക്കണം, പരിമിതപ്പെട്ട ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് നല്ല തിളക്കമാർന്ന ബുദ്ധിശക്തിയും ബുദ്ധികൂർമ്മതയും ഉണ്ടാകുക. നിങ്ങൾ നോക്കൂ, ആത്മജ്ഞാനികളുടെ ഭക്ഷണത്തിന്റെ ശീലത്തിലേക്ക് നോക്കൂ. ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയ അവര് എത്ര പാകപ്പെടുത്തിയിട്ടാ ഭക്ഷണം കഴിച്ചത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ മുന്നിലേക്ക് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നാൽ മഹാനവറുകൾ ഭക്ഷണത്തിലേക്ക് നോക്കും. എത്ര പേർക്ക് കഴിക്കാനുണ്ട്? 2 ആൾക്കല്ലല്ലോ, 5 ആൾക്കുണ്ട്.
പുറത്തുനിന്ന് വേറെ 3 ആളുകളെയാണ് കൂട്ടി വരും. 2 ആൾക്ക് കൊണ്ടുവന്ന ഭക്ഷണമായിരിക്കും 3-4 ആളെ എക്സ്ട്രാ വിളിച്ചു കൊണ്ടുവരും. അവർക്ക് കൂടി ആ ഭക്ഷണം പാകപ്പെടുത്തി കൊടുക്കും. ഏറെ ഭക്ഷണം കണ്ടാ പിന്നെ കുറച്ചുകൂടി ഇല്ലേ, കുറച്ചുകൂടി കഴിക്കുക, കുറച്ചുകൂടി കഴിക്കുക, ഇനിയുണ്ടല്ലോ കുറച്ചുകൂടി ബാക്കിയുണ്ടല്ലോ, കുറച്ചുകൂടി കഴിക്കുക. 10 സത്യത്തിലെ ലിമിറ്റ് എന്നുള്ള നിലക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് ചെറിയ സൗണ്ടൊക്കെ വന്നു, അത്യാവശ്യത്തിന് പാകമായിട്ടുണ്ട്. പക്ഷെ നമ്മളത് പാകപ്പെടുത്തി നിൽക്കൂല. ഏറെ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ. അടുത്ത വിഷയം തദ്ഈഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി, റബ്ബിനെ ഇബാദത്ത് എടുക്കാൻ ശരീരത്തിന് ദുർബലത വരൂലേ? വരും. അതിന്റെ അടയാളമാണ് ചിലർക്കൊക്കെ റമളാൻ. റമളാന് പാകപ്പെടുത്തിയ ഭക്ഷണം അല്ല കഴിച്ചതെങ്കിൽ 4 റക്അത്താകുമ്പോഴേക്ക് അടുത്തുള്ളവരോട് ചോദിക്കും എത്ര റക്അത്തായി. 4 റക്അത്തായിട്ടുള്ള 2ാമത്തെ സലാമാണ് ഇമാം വീട്ടുന്നത്. ആദ്യം 2 റക്അത്ത് സലാം വീട്ടി. തറാവീഹ് 20-ന് മുന്നോട്ട് പോകൂല. 8 ആകുമ്പോഴേക്കും തിരിഞ്ഞു നോക്കും, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ മദ്ഹബ് പിൻപറ്റിക്കൊണ്ട് പിന്നാലെ പോകായിരുന്നു. 10 ആകുമ്പോ ഏതെങ്കിലും ഒരാൾ എണീറ്റാൽ ഇയാൾ പിന്നാലെ ഓടും. അതാ കാരണം. എന്താ കാരണം? പത്തിരി എങ്ങനെ വളരെ ചുരുക്കി പറയാം. പത്തിരി ചുരുക്കം എന്നുള്ള ഒരു 3, അപ്പുറത്ത് അപ്പുണ്ട്, അപ്പം ഒരു 3 എണ്ണം, ഇപ്പുറത്ത് പൊറാട്ട ഉണ്ട്, അതും ഒരു 3 എണ്ണം, അപ്പുറത്ത് ചപ്പാത്തി അതൊരു 3 എണ്ണം. എവിടേക്കത് കൂടി പോകുന്നത്? ഇത്ര ചെറിയ വയറ്റിലേക്ക്. പഴവർഗ്ഗങ്ങൾ വേറെ, കരിച്ചത് പൊരിച്ചത് വേറെ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ് ഐറ്റംസ് അത് വേറെ. സുബ്ഹാനമൻ ജല്ല ജലാലുഹു. ഇതൊക്കെ എവിടേക്കാ? ഇതൊക്കെ കൂടി കഴിച്ചിട്ട് ഒന്ന് നിൽക്കുന്ന ആ മനുഷ്യന് പിന്നെ അവൻ ആകെ ഒരു പരാതിയുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ഉസ്താദ് 8:30 തുടങ്ങിയിട്ട് 9:15 ആകുമ്പോഴേക്ക് തീർത്തിരുന്നു. ഇക്കൊല്ലത്തെ ഉസ്താദ് ഭയങ്കര സ്ലോവാണ്. പെട്ടെന്ന് അടിച്ച് പൊളിച്ച് വിടണ്ടേ? എന്താ സംഗതി? എന്താ വിഷയം? നമ്മുടെ നേതാക്കൾ നിസ്കരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലുള്ള നിസ്കാരം മക്കത്തുൽ മുക്കറമയിലേക്കൊന്ന് നോക്കൂ. നമ്മളെക്കാളും പ്രായം 40-ഉം 50-ഉം കൂടുതലുള്ള അറബികൾ വടിയും കുത്തിപ്പിടിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ്ഉ കേട്ടുകൊണ്ടുള്ള 20 റക്അത്ത് തറാവീഹ് നിസ്കാരം. എത്ര നേരം അവർ നിസ്കരിക്കുന്നത്? 1 മണിക്കൂറും ചില്ലറ മിനിറ്റ് ഉണ്ട്. 1.25 മണിക്കൂർ 1:10 വരുന്നുണ്ട് പലപ്പോഴും. ആ നിസ്കാരത്തിലേക്ക് എന്താണ് അതിന്റെ ഒക്കെ ഒരു ഭംഗി? എന്താണ് ആ ഓത്തിന്റെ ഒക്കെ ഒരു ചൈതന്യം? എത്ര കേട്ടാലും മതിവരാത്ത ഖിറാഅത്ത്. അത് കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ആമീൻ പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരല്ലേ? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്ത്, ലക്ഷക്കണക്കിന് കൂലി കിട്ടുന്ന സ്ഥലത്ത് കുറച്ചെങ്കിലും ആയില്ലേ എന്ന് കരുതി ആരെങ്കിലും ഇറങ്ങിപ്പോകുന്നുണ്ടോ? എന്താണ് ആ നിസ്കാരമൊക്കെ? പ്രായം കൂടുതലുള്ള ആൾക്കാർ വടിയിൽ ഇങ്ങനെ അവലംബിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത് തന്നെ ഒരു വടിയിലാണ്, ഒരു കൈ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിൽക്കാനല്ലാതെ കഴിയില്ല. അവരും വന്നിരിക്കുക ഈ സുന്നത്ത് നിസ്കരിക്കാൻ. സഹോദരങ്ങളെ, തളീഫു ജിസ്മിൻ അൻ ഇബാദത്തി റബ്ബിഹി ജൽബുൽ ലിനൗമിൻ. ഉറക്കത്തെ പെട്ടെന്ന് വലിച്ചു കൊണ്ടുവരും. ഉറക്കത്തെ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ല. ഉറങ്ങാൻ തോന്നും, ക്ഷീണമാണെന്ന് തോന്നും, ഉറക്കിലേക്ക് അങ്ങ് നീങ്ങും. കാര്യമായിട്ട് കിട്ടിയത് എന്താന്ന് ചോദിക്കുമ്പോ ഉറക്കമാണ് കിട്ടിയത്. തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റു, അത്താഴത്തിന്റെ സമയത്തും ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു, പാകപ്പെടുത്തിയില്ല. പകല് 9 മണിക്കൂർ, ഒരു 10 മണിക്കൂർ പകല് നോമ്പ് നോൽക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, രാവിലെയുള്ള നാസ്തയും ഉച്ചക്കുള്ള ഭക്ഷണവും രണ്ടും കൂടി കൂട്ടിയിട്ടാണ് അതിന്റെ അളവ്. ഒന്നാകെ കഴിച്ച് സുബഹി നിസ്കരിച്ച് ഇരിക്കുമ്പോഴേക്ക് ഉറക്കം വന്നുപോയി. ഒരു ജുസ് ഓതാൻ അവന്റെ കണ്ണിന് തുറവില്ല, മനസ്സിന് കഴിയുന്നില്ല, ഉറക്കിലേക്ക് ചാടിപ്പോയി. പിന്നെ ആ ഉറക്കമാണ് 12 മണിവരെ ഉറക്കം. എന്നിട്ട് അതിനിപ്പുറത്ത് ഒന്നുകൊണ്ടൊരു ഹദീസ് ഓതും, നൗമു സ്വാഇമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. എന്താ നോമ്പുകാലത്ത് കിട്ടിയത്? ഭയങ്കര ഇബാദത്താ കിട്ടിയത്. ഉറക്കം കിട്ടിയില്ല. ഹദീസിലില്ലേ നൗമു സ്വാഇമി ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. കിട്ടിയല്ലോ, ഇബാദത്ത് കിട്ടിയല്ലോ. ഏത് ഇബാദത്താ കിട്ടിയത്? ഉറക്കം എന്നുള്ള ഇബാദത്ത് കിട്ടി. നമ്മുടെ ഖൽബിനെ ചാഞ്ചല്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. ഖൽബിന് പരിശുദ്ധി വേണം, ഖൽബിന് സലാമത്ത് വേണം.
ഖൽബിന് ശുദ്ധീകരണം കിട്ടാനല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ സമയത്തും തങ്ങൾ നടത്തിയിരുന്ന ദുആകളിൽപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഇടക്കിടക്ക് തങ്ങൾ ദുആയിരുന്നിരുന്ന ദുആകളിൽ ഒരു ദുആയാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പടച്ചോനെ എന്റെ നഫ്സിന് എന്റെ ഖൽബിന് നീ വിശുദ്ധി നൽകണം, തഖ്വ നൽകണം. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അതിന് നീ പരിശുദ്ധി നൽകണം, അതിനെ നീ സംസ്കരിക്കണം. നീയാണ് ഖൽബിനെ ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവൻ. അൻത വലിയുഹാ വമൗലാഹാ. നീയാണ് അതിന്റെ സംരക്ഷകൻ, നീയാണ് അതിന്റെ ഉടമസ്ഥൻ. ഖൽബ് നിന്റെ നിയന്ത്രണത്തിലാണല്ലോ അല്ലാഹ്. ഖൽബിനെ നേരെ ചൊവ്വേ നീ നടത്തി തരണം. അതിനുള്ള എല്ലാ സംസ്കരണ മാർഗങ്ങളും നീ തരണം. സഹോദരങ്ങളെ, ഖൽബിന് പരിശുദ്ധി ഉണ്ടാകണം, അപ്പോഴല്ലേ വിജയം. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതി കേൾക്കുന്ന ഒരു സന്ദേശമുണ്ട്. നമുക്ക് മാത്രം തന്ന സന്ദേശമല്ല, പൂർവികർക്കും അല്ലാഹു തആല തന്ന സന്ദേശമാണത്. അത് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഈ ഉപദേശം നമുക്ക് മാത്രമുള്ള ഉപദേശമല്ല. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. പൂർവിക ഗ്രന്ഥങ്ങളിലും അല്ലാഹു ഈ ഉപദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഉപദേശം? ഖദ് അഫ്ലഹ മൻ തസക്കാ. തസ്കിയത്ത് നേടിയവൻ, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി. ആത്മവിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ആ ആത്മവിശുദ്ധി നേടിയതിന്റെ അടയാളമാണ് റബ്ബിന്റെ പേര് ചൊല്ലിയിട്ടവൻ നിസ്കരിച്ചു, അഥവാ വാങ്ക് വിളിച്ചിട്ടവൻ നിസ്കാരം നിർവഹിച്ചു. അതവന്റെ ഖൽബിന് വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ്. നിസ്കരിക്കേണ്ട നേരം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ ഇസ്മ ചൊല്ലിയിട്ട് വാങ്ക് വിളിച്ച് തക്ബീർ മുഴക്കിയിട്ട് ഫസല്ലാവൻ നിസ്കരിച്ചു. അതവന് മനസ്സിൽ വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഇരിക്കട്ടെ, ഖദ് അഫ്ലഹ മൻ തസക്കാ. തസ്കിയത്ത് നേടിയവൻ വിജയിച്ചു എന്നല്ലേ പറഞ്ഞത്. ഖൽബിന് പരിശുദ്ധി ഉണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് ഏറ്റവും പ്രധാനമായുമുള്ള വിഷയം അതാണ്. 4 സ്വഭാവങ്ങളിൽ നിന്ന് ഖൽബിനെ മോചിപ്പിച്ചെടുക്കണം. 4 സ്വഭാവങ്ങൾ, അത് ഖൽബിന് ഏറ്റവും ദുഷിച്ച സ്വഭാവങ്ങളാണ്. അർബഅതമ്മി നത്തുയൂരി തയ്യിറു തഊസുനാദികുൻ ഗുറാബുൻ നസ്റു കിബ്റുൻ വശഹവത്തുൻ വഹിർസുൻ വൽഉജുബ് വഹാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദിബ്. ഖൽബിന്റെ 4 കേട് വരുത്തുന്ന 4 സ്വഭാവങ്ങൾ എണ്ണി പറഞ്ഞപ്പോ മഹാന്മാര് എണ്ണി പഠിപ്പിച്ചല്ലോ. കിബ്റുൻ, അഹങ്കാരം, അതേറ്റവും വലിയൊരു രോഗമാണ്. എന്താ സഹോദരങ്ങളെ അഹങ്കാരം എന്ന് പറഞ്ഞാല്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. സത്യത്തെ അവഗണിക്കുക. ഒരാൾ ഒരു സത്യമായ വിഷയം പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കൂല. അത് ഇപ്പത്തെ കാലത്ത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട. ബാപ്പ മക്കളോട് പറഞ്ഞതും, ഭർത്താവ് ഭാര്യയോട് പറയുന്നതും, ജേട്ടൻ അനുജനോട് പറഞ്ഞതും, കൂട്ടുകാരനോട് പറഞ്ഞു ഒക്കെ വായിച്ചാ മതി. ഒരു ഉസ്താദിന്റെ ശിഷ്യന്റെ മാത്രം വായിക്കണ്ട, എല്ലാം ചേർത്ത് വായിച്ചോളൂ. ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക. സത്യം ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാന മനസ്സിൽ അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആര് പറഞ്ഞാലും, കൊച്ചു കുട്ടി വന്നിട്ടൊരു വിഷയം പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അങ്ങനല്ലേ മഹാന്മാരൊക്കെ ചെറിയ കുട്ടികളെ ഉപദേശം വരെ സ്വീകരിച്ചത്. അഹ്മദുൽ കബീർ ദിഫാ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? കുട്ടി തിരിച്ചൊരു ചോദ്യം, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പൊ മഹാനവറുകൾ തീരുമാനമെടുത്തു, ഇനി ആവശ്യമുണ്ടെങ്കിൽ ആരോടും പേര് ചോദിക്കുള്ളൂ, ആവശ്യമില്ലാതെ ഒരാളോടും ഒന്നും ചോദിക്കൂല. ആ കുട്ടിയുടെ മറുപടിയിൽ നിന്ന്, അല്ലാതെ ആ കുട്ടിനെ ശപിച്ചതല്ല, ഒരു കുസൃതി കൂടിയ കുട്ടി അങ്ങനെ പറഞ്ഞല്ല, ആ കുട്ടി പറഞ്ഞ മറുപടിയിൽ നിന്ന് മഹാനവറുകൾ സ്വീകരിച്ച ഗുണപാടാണത്. ശരിയാണല്ലോ മോൻ പറഞ്ഞേ, എനിക്കിപ്പോ ആ പേര് കിട്ടിയിട്ട് എന്താ കാര്യം?
നമ്മളെങ്ങനെ അത് വിലയിരുത്താൻ മറുപടി? എന്തൊരു സൈസ് കുട്ടി, നമ്മളങ്ങനല്ലേ കാണാ. അഹ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് കുട്ടി പറഞ്ഞത് എനിക്കുള്ളൊരു ഉപദേശം, വല്ലാത്തൊരു ഉപദേശം. എനിക്കെന്താ പേര് കിട്ടിയിട്ട് കാര്യം? ഞാൻ ആ പേര് ചോദിച്ചു, കുട്ടിയുടെ പേര് പറഞ്ഞു, നോട്ടിക്കോളി ഇങ്ങോട്ടൊരു പേര് പറഞ്ഞു. എന്താ കാര്യം? ആ കുട്ടിന്റെ പേരതാറിട്ട് എനിക്കെന്താ കാര്യം? കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചതാണ്, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? ഹാനവറുകൾ തീരുമാനിച്ചു, ആവശ്യമില്ലാതെ ആരോടും ഒരിക്കലും പേര് ചോദിക്കൂല. ആ കുട്ടി പറഞ്ഞെന്നുള്ള തീരുമാനം അവര് സ്വീകരിക്കുന്ന ഗുണപാടാണത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് മറ്റൊരാളോട് പറയുന്നു, നമ്മളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മള് സ്റ്റാൻഡിന്റെ മേലെ ഇങ്ങനെ കയറി, അല്ലാ ഞാനിപ്പോ നിങ്ങളാ വിചാരിച്ചായിരുന്നല്ല, അന്താരാഷ്ട്ര നേതാവാണ് ഞാൻ. അബൂ ഹനീഫ തങ്ങൾ കാതോരം കേൾക്കാണ് ഒരാൾ മറ്റൊരാളോട് പറയുന്നത്. അപ്പോകുന്ന ആളെ കണ്ടോ? കൂടെ നിൽക്കുന്ന ആ കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ള ആളെ കണ്ട? രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ചോനെ എന്നെ പറ്റിയാണോ ആ പറയുന്നത്? പേടിച്ചു. എന്നെ പറ്റിയാണോ പടച്ചോനെ ആ പറഞ്ഞത്? എന്നെ പറ്റിയാണോ ആ പറയുന്നത്? ആ വർത്താനം. അല്ലാഹുവേ, ജനങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അവരെ മനസ്സിലെ ധാരണക്കനുസരിച്ചെങ്കിലും ഞാൻ നിന്റെ അടുക്കൽ നല്ല ആളാകണം. പിന്നീട് വഫാത്ത് വരെ നീണ്ട 40 കൊല്ലം അഹ്യല്ലൈല കുല്ലഹു, രാത്രി മുഴുവനും ഹയാത്താക്കി പോയി. ഒരാള് മറ്റൊരാളോട് പറഞ്ഞൊരു വർത്തമാനം കേട്ടപ്പോ പേടിച്ചുപോയി. അതിൽ അഹങ്കരിച്ചതല്ല, അതിൽ വലുതായതല്ല, ഞാൻ അങ്ങനെയാണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞതല്ല, എന്റെ മഹത്വം കേട്ടോന്ന് പറഞ്ഞതല്ല. കേട്ടപ്പോ പേടിച്ചുപോയി, ആലോചിച്ചുപോയി. ജനങ്ങളെ പിന്നെ പറ്റി ഇങ്ങനൊക്കെ ധരിക്കുന്നുണ്ടോ? അല്ലാ, ഞാൻ അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് മഹാനവർകൾ, എന്നിട്ടും ചിന്തിക്കുന്നു അങ്ങനെയല്ലല്ലോ അല്ലാ. ചില രാത്രിയൊന്നും എനിക്കതിന് സാധിക്കാറില്ലല്ലോ. ഇങ്ങനെ ഒരു ധാരണ എന്നെ പറ്റി ആളുകൾക്കുണ്ടെങ്കിൽ അവരെ ധാരണക്കനുസരിച്ചെങ്കിലും നിന്റെ അടുക്കൽ ഞാൻ നല്ല ആളാകണ്ടേ എന്ന് ചിന്തിച്ച് പേടിച്ചു പോയി. പിന്നെ ജീവിതകാലമുള്ള 40 കൊല്ലവും രാത്രി മുഴുവനും മഹാനവറുകൾ ഹയാത്താക്കി പോയി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്ത അവരുടെ ഖൽബിലുള്ള വിശാലതയാണ്. തീരെ ഒരു ലെവലേശം കിബർ തൊട്ട് തീണ്ടാത്ത രൂപഭാവങ്ങളാ സഹോദരങ്ങളെ. കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക, വിസമ്മതിക്കുക. വഗംതുന്നാസ്, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക, മറ്റുള്ളവരെ കണ്ണിൽ ചെറുതാക്കുക. ഒരാളെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്, ആരെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്. ഏതൊരാൾക്കും നിന്റെ കണ്ണിൽ നീ സ്ഥാനമാനം കൊടുക്കണം. ആർക്കാണ് സഹോദരങ്ങളെ ചെറുപ്പം കൊടുക്കാൻ കഴിയുന്നത്? ആരെയാണ് നമ്മുടെ കൽവിൽ ചെറുതാക്കാൻ തോന്നുന്നത്? ഒരാളെയും നമ്മുടെ കൽവിൽ ചെറുതാക്കരുത്. നമ്മെക്കാളും വലിയ ആളെയും നമ്മെക്കാളും ചെറിയ ആളെയും എല്ലാവരോടും നമ്മുടെ കൽവിൽ വലുപ്പമുണ്ടാകണം. അതേ, നീ കാണുന്നത് ഒരു ചെറിയ കുട്ടിയെയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നീ വിലയിരുത്തേണ്ടത്, പടച്ചോനെ, എല്ലാവരിലേക്കും നല്ല മഹത്വത്തോടെ നോക്കണം. നിന്നിലേക്ക് മാത്രം നീ പോരായ്മയുടെ കണ്ണുകൊണ്ട് നോക്കണം. പോരായ്മ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിന്റെ കൽബിലേക്ക് നീ നോക്കണം. ഒരു ചെറിയ കുട്ടിയാണോ നീ കാണുന്നത്? നീ പറയണം, അദാലം യസില്ല, ഈ കുട്ടി അല്ലാഹുവിനൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അല്ലാഹുവിനെ എത്ര എതിര് ചെയ്തു, എത്ര ഫർള് ഞാൻ ഒഴിവാക്കി, എത്ര ഹറാം ഞാൻ എടുത്തുപോയി, എത്ര കറാഹത്ത് ഞാൻ പതിവാക്കി പോയി, എത്ര അനാവശ്യങ്ങളിൽ ഞാൻ ഒരുമിച്ച് കൂടിപ്പോയി. ഈ കുട്ടി എന്നെക്കാളും നല്ലവനാണ് എന്നതിൽ സംശയമില്ല. ചെറിയൊരു കുട്ടിയെ കണ്ടപ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ധാരണ, ആ കുട്ടി പടച്ചോനെ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് ആ കുട്ടി അങ്ങ് വിടവാങ്ങിപ്പോയാൽ ആ കുട്ടിക്ക് എന്തൊരു സുഖം, നേരെ സ്വർഗത്തിൽ. എനിക്കതിന് കഴിയൂലല്ലോ.
പ്രായവും പക്വതയൊക്കെ നീ തന്നില്ലേ? ചെറുപ്പത്തിൽ തന്നെ മരിക്കാനും പറ്റിയില്ലല്ലോ. ചെറിയൊരു കുട്ടിയെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ട വിചാരണ, നീ ഒരു വലിയവനെ കണ്ടാലോ നിന്നെക്കാളും പ്രായമുള്ള ആളെ നീ പറയണം ഹാദാ ഖൈറും മിന്നി, എന്നെക്കാളും നല്ല ആളാണ്. അബദല്ലാഹ ഖബ്ലി, എന്റെ മുമ്പ് അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയല്ലോ. എന്റെ മുമ്പ്, ഞാൻ ജനിക്കും മുമ്പ് മൂപ്പർ അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയിട്ടില്ലേ? നിസ്കരിച്ചിട്ടില്ലേ? മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ആ വലിയ ആളെ പറ്റി നിന്റെ ധാരണ അങ്ങനെയാണ്. ഒരു പണ്ഡിതനെയാണോ നീ കാണുന്നത്? നിന്റെ മനസ്സിൽ നീ വിചാരിക്കണം, എനിക്ക് നൽകപ്പെടാത്ത പലതും ഈ പണ്ഡിതന് നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ എത്താത്ത പല മേഖലകളിലും എത്തിയിട്ടുണ്ട്. എനിക്ക് വിവരമില്ലാത്ത പലതും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. പല വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട്, എനിക്കതിനെ സംബന്ധിച്ചൊന്നും വിവരമില്ലല്ലോ. ഞാൻ എങ്ങനെ അതുപോലെയാകും? ഞാൻ അയാളെ പോലെയാണ് എന്നെങ്ങനെ വിചാരിക്കും? എന്നെക്കാളും എത്ര ഇൽമുണ്ട്, എന്നെക്കാളും എത്ര അമലുണ്ട്. ഞാൻ എത്താത്ത ഏതെല്ലാം മേഖലയിൽ അദ്ദേഹം എത്തിപ്പെട്ടു, എനിക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അപ്പോഴും നീ ചിന്തിക്കേണ്ടത്. വൈകാന ജാഹിലൻ, നീ കാണുന്നത് ഒരു വിവരവും ഇല്ലാത്ത ആളാണെങ്കിൽ, ഓനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള കഴിവും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളാണെങ്കിൽ നീ പറഞ്ഞേക്കണം, ഈ മനുഷ്യൻ വിവരമില്ലാതെയല്ലേ തെറ്റ് ചെയ്തത്. അതേ സമയത്ത് ഞാൻ അള്ളാഹുവിന് ധിക്കാരം ചെയ്തത് ബോധപൂർവമല്ലേ? അല്ലാഹു തആല എന്റെ മേലല്ലേ വലിയ പ്രമാണം വെച്ച് എന്നെ അല്ലേ പിടികൂടുക. ഈ മനുഷ്യന് അല്ലാഹു തആല മാപ്പ് കൊടുത്താലോ, ഒരു വിവരവും ഇല്ലാതെ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ, എനിക്കത് ചിന്തിക്കാൻ കഴിയൂലല്ലോ എന്ന മനസ്ഥിതിയാകണം നിനക്കുണ്ടാകേണ്ടത്. അതേ, മഹാന്മാര് പഠിപ്പിക്കുന്നു, നീ കാണുന്നത് ഒരു സത്യനിഷേധയാണ്, നീ ഈമാനുള്ളവനാണ്. അപ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ, അദ്ദേഹത്തിനെങ്ങാനും നീ തൗഫീഖ് നൽകിയിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസരം അല്ലാഹുവേ നീ നൽകിയിട്ട് നല്ല അമല് കൊണ്ട് സമാപിക്കാനുള്ള അവസരവും നൽകിയാൽ എന്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ. ഞാൻ എങ്ങനെ ആയിത്തീരുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നല്ല ആളാണെങ്കിലല്ലേ, അവസാനം നല്ല നിലക്കായെങ്കിലല്ലേ എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റൂ. ആ മനുഷ്യൻ നല്ല ആളായി തീരുകയും ഞാൻ മോശപ്പെട്ടവനാവുകയും ചെയ്താലോ? അങ്ങനെ എത്ര ആളുകളായിട്ടുണ്ട്? മുസ്ലിമായി ജനിച്ച് മുസ്ലിം അല്ലാതെ വിട്ടു പിരിഞ്ഞു പോയ എത്ര ആളുകളുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം അല്ലാത്ത രീതിയിൽ വളർന്ന് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ ബോധോദയമുണ്ടായ സത്യം അവന്റെ മനസ്സിലേക്ക് പ്രകാശമായി ഉദിച്ചു വന്ന് ഈമാൻ സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടിയിട്ട് ആഖിബത്ത് നന്നായി പിരിഞ്ഞു പോയവർ എത്രയുണ്ട്? അപ്പോഴും നിന്റെ ധാരണ ഉണ്ടാകേണ്ടത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിന്റെ ഖൽബില് കിബറിന്റെ ഒരു അംശം ഉണ്ടാകൂല. എല്ലാവരെ പറ്റിയും നിന്റെ വിലയിരുത്തൽ നല്ല രൂപത്തിലാണ്. നല്ല രൂപത്തിലാണ് നിന്റെ വിലയിരുത്തൽ. ആരെ പറ്റിയും മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്തലില്ല. മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരമാണ് മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ശരീരത്തെ പറ്റി, നമ്മുടെ മനസ്സിനെ പറ്റി നല്ല വിലയിരുത്തലാണ്. മറ്റുള്ളവർക്ക് അല്ലാഹു തആല എന്തെങ്കിലും നൽകിയതിനെ പറ്റിയിട്ട് നമുക്കൊരു കുറവും നമുക്കൊരു ഹസദും ഇല്ലാത്ത നല്ല ഖൽബ് കഴിയോ? ഒരാൾക്ക് അല്ലാഹു തആല അയാളെ അധ്വാന ഫലമായിട്ടോ സമ്പാദ്യം കൊണ്ടോ അനന്തരം കിട്ടിയ സമ്പാദ്യം കൊണ്ടോ ഒരാൾക്ക് അല്ലാഹു തആല ഒരു വാഹനം വാങ്ങാൻ തൗഫീഖ് കൊടുത്തു, ഒരു വീടുണ്ടാക്കാൻ തൗഫീഖ് കൊടുത്തു. നമ്മൾ എങ്ങനെയാണ് അത് കാണുക? അനുകൂലമായിട്ടാണോ കാണുക, പ്രതികൂലമായിട്ടാണോ കാണുക? അനുകൂലമായി കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. അനുകൂലമായി കാണുന്ന ഖൽബാണോ, ഒരു കുഴപ്പം ഉണ്ടാകൂല. ആ ഖൽബിനെ എനിക്ക് കേടൊന്നും പറയാനുണ്ടാകൂല. എത്ര നല്ലതാണെങ്കിലും കേട് പറയും. മനസ്സിനത് ദഹിക്കൂലെങ്കിൽ. നല്ലൊരു വാഹനം പോകുന്നു, നമുക്ക് നല്ലൊരു വാഹനം,
അത്യാവശ്യം തിരക്കടില്ല, ഒരു കുടുംബത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വാഹനം. അപ്പുറത്തിരിക്കുന്ന ആളത് കേൾക്കുന്ന ആള് ചെറിയ കൽബിനൊരു സ്വയമാറ്റുള്ള ആളാണെങ്കിൽ അയാൾ പറയും അതാപ്പൊ നല്ല വാഹനം, അതിനേക്കാൾ മുന്തി എത്ര നല്ല വാഹനം ഉണ്ട്, ഒരു വാഹനം വാങ്ങാൻ കണ്ടത് അത് എന്താ, അയാളെ കൽബിനത് പിടിച്ചിട്ടില്ല, അയാളെ കൽബിനെ രസിച്ചിട്ടില്ല. എന്തിനാപ്പ ആ വാഹനത്തെ കുറവാക്കിയത്? അതൊരു നല്ല വാഹനം തന്നെയല്ലേ, അതിൽ പോകാൻ പറ്റൂലേ കുറെ ആളുകൾ? അതും വിലപിടിപ്പുള്ളൊരു വാഹനം തന്നെയല്ലേ, നല്ലതും സമ്മതിച്ചൂടെ? സമ്മതിക്കാനുള്ള കൽബില്ല. ഒരു വീട് നോക്കില്ലേ, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ നല്ല വീട്. ഇങ്ങനെ വീടുണ്ടാക്കൽ, ഇങ്ങനെ ആരെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും വീടുണ്ടാക്കും? ആ വീടിനൊരു കുഴപ്പമില്ല, ജീവിക്കാനും താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ്. പക്ഷെ ഓന്റെ കൽബിക്ക് ദഹിച്ചില്ല. അവിടെ കേട്. മറ്റൊരാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏത് നിയമത്തിലും നല്ല രൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു കൽബുണ്ടെങ്കിൽ ആ കൽബിനൊരു കേടും ഉണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധിയാർന്ന ഖൽബിന്റെ അടയാളം അങ്ങനെയാണ്. മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിന്റെ ഇടയിൽ അവരിടയിലൂടെ കയറി വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ വരുന്നതിന്റെ മുമ്പ്, ഒരു സ്വഹാബി വരുന്നതിന്റെ മുമ്പ് തങ്ങൾ പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരാള് ദാ ഈ വഴിയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, ആരാണ് ഈ വരാൻ പോകുന്ന ആള്? സ്വർഗക്കാരിൽപ്പെട്ട ഒരാൾ ഇപ്പൊ വരുന്നു. സ്വഹാബത്തൊക്കെ നോക്കുന്ന സമയത്ത് ഒരു അടുത്ത കയ്യിൽ 2 ചെരുപ്പും പിടിച്ച് ഉളുവിന്റെ വെള്ളക്ക് ഇങ്ങനെ താടിരോമങ്ങളിലൂടെ ഒറ്റ വീഴുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ ചെരുപ്പ് ഒരു ഭാഗത്ത് വെച്ച് പള്ളിയുടെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നോക്കി നിസ്കരിക്കുന്നു. നിസ്കരിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഒപ്പം അങ്ങോട്ട് ഇരുന്നു. അതേ ആളെ സംബന്ധിച്ച് തന്നെ 2ാം ദിവസവും 3ാം ദിവസവും അതേ വാക്ക് തങ്ങൾ പറഞ്ഞു, അത്വലിഉ അലൈക്കും അൽ ആന മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. 3 ദിവസം ഒരാളെ പറ്റി ഒരേ വർത്തമാനം പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവർകൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഒരു അതിഥിയായി നിങ്ങളെ വീട്ടിലേക്ക് വരട്ടെയോ? ഞങ്ങളെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ സൽക്കരിക്കാനും സ്വീകരിക്കാനൊക്കെ കഴിവുള്ള ആള് വരണ്ടെന്ന് പറയരുത്, അതേന്ന് പറയണം. ആ വന്നാളോട് ഒരു ദിവസം കഴിയുമ്പോഴേക്കെന്നെ നാളങ്ങൾ പോകുന്നില്ലേന്ന് ചോദിക്കരുത്, അത് 3 ദിവസം കഴിഞ്ഞിട്ടേ ചോദിക്കാവൂ. അതിഥിക്ക് അത്രയും സ്ഥാനമുണ്ട്, അതിന്റെ ഇടയിൽ ബുദ്ധിമുട്ടാക്കി വിടാൻ പാടില്ല. ആക്ക് വേണ്ട ആദരവും ബഹുമാനവും കൊടുക്കണം. ആരും അങ്ങനെ ചോദിക്കാൻ മതിയായിരുന്നു അല്ലേ? ചോദിച്ച ആളെ സ്വീകരിക്കുകയും വേണം, സൽക്കരിക്കുകയും വേണം. ഞാൻ നിങ്ങളൊപ്പം വരട്ടെ വീട്ടിലേക്ക്? വന്നോളൂ എന്ന് പറഞ്ഞു. ആ സ്വഹാബിന്റെ കൂടെ പോയി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു താമസിച്ചു. ആദ്യത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് മഹാനവർകൾക്ക് കിടക്കാനുള്ള പായയും സൗകര്യങ്ങളും കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങിയില്ല. രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഈ സ്വഹാബി എഴുന്നേറ്റ് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ ചെയ്യുന്നതിന്റെ കാരണമായിട്ടാണോ ഈ സ്വർഗക്കാരൻ എന്ന പേര് ലഭിച്ചത് എന്നൊന്ന് അറിയണം. അതിനാ കാത്തു നിൽക്കുന്നത്. പക്ഷെ പ്രത്യേകമായിട്ട് രാത്രി ഒന്നും കണ്ടില്ല. സുബഹിന്റെ മുമ്പ് സാധാരണ എല്ലാവരും എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് വാങ്കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും മദീന പള്ളിയിലെത്തി. ഒരു ദിവസം അങ്ങനെ. പിറ്റത്തെ ദിവസം പകല് നോക്കുന്നു, പകൽ എന്തെങ്കിലും പ്രത്യേക പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സേവനമോ സാന്ത്വന പ്രവർത്തനമോ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധാരണ രൂപത്തിൽ തൊഴിലിന് പോകുന്ന സമയത്ത് തൊഴിലിന് പോകുന്നു. അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോകുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. സാധാരണ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പ്രത്യേകമായി പുതുതായി ഒന്നും കണ്ടില്ല. ദിവസം 2ഉം 3ഉം ഒക്കെ കഴിഞ്ഞു. രാവും പകലും കഴിഞ്ഞു. 3 രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ അങ്ങനെ ശരിക്ക് ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ദിക്ർ, എന്തെങ്കിലും ഒരു ദുആ, എന്തെങ്കിലുമൊക്കെ ഒരു നിസ്കാരം, ഏതെങ്കിലുമൊക്കെ ഖുർആനോ ഒന്നും കാണാനില്ല.
സാധാരണ രൂപത്തിൽ തന്നെ എല്ലാവരും ഉറങ്ങും പോലെ ഉറങ്ങി, എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല. ആ ഘട്ടത്തിൽ മൂന്നാമത്തെ ദിവസം പോകാൻ നേരത്ത് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അതിഥി സൽക്കാരം കൂടാൻ വേണ്ടി വന്നതല്ല. എന്നാലും ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങളെന്നെ പരിഗണിച്ചത് 3 ദിവസം സ്വർഗക്കാരിൽപ്പെട്ട ആളെന്ന് നിങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രത്യേകമായി വല്ലതും ഉണ്ടോ എന്ന് നോക്കാനും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും പഠിക്കാനും ചേർത്തി വെക്കാനുമാണ് ഞാൻ വന്നത്. പക്ഷേ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളും വിഷയങ്ങളും അല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ കാണാനില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ. ആ സമയത്ത് ആ സ്വഹാബി ഒന്നൻ പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്ത്, നിങ്ങൾ കണ്ടതല്ലാതെ എന്റെ ജീവിതത്തിൽ പുതുമയായി ഒന്നും പറയാനില്ല. എന്തൊക്കെ നിങ്ങൾ കണ്ടു അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളത്, അതിലപ്പുറം ഒന്നും പറയാനില്ല. സുബ്ഹാനല്ലാഹ്. ഒന്നും കിട്ടാതെ വിഷമത്തോടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിങ്ങനെ പോകാനൊരുങ്ങുമ്പോ തിരിച്ചു വിളിച്ചിട്ട് ആ സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ കണ്ടതല്ലാതെ ഒന്നും എന്നിലില്ല. പക്ഷേ ഗൈറ അന്നീ ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു ഐബൻ വലാ ഹസദാ. ഒരു കാര്യം എന്നിലുണ്ട്, അത് ഞാൻ പറയട്ടെ. ഏതൊരു മുസ്ലിമിന് അള്ളാഹു എന്തൊരു നന്മ കൊടുത്താലും എന്തൊരു നേട്ടം കൊടുത്താലും അതിലൊരു കുറവ് കാണുന്ന മനസ്സ് എനിക്കില്ല, ഒരു ഹസദ് കാണുന്ന മനസ്സും എനിക്കില്ല. ഒരാൾക്ക് അല്ലാഹു കൊടുത്ത ഒരു നന്മയിലും ഞാൻ ഐബ് കാണാറില്ല, ഒന്നിലും ഞാൻ ഹസദ് വെക്കാറില്ല. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എനിക്കത് വലുതായിട്ടേ തോന്നിയിട്ടുള്ളൂ, നല്ലതായിട്ടേ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോ അതിനാണ് കഴിവ് വേണ്ടത്, അതിനാ സഹോദരങ്ങളെ കഴിവ് വേണ്ടത്. നമ്മുടെ സ്വന്തക്കാരന് വരെ കിട്ടിയതിന് വരെ നല്ല മനസ്സിൽ പറയാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ചില ആളുകൾക്ക് സ്വന്തക്കാരന് കിട്ടിയതിന് വരെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആളുകൾ വേറെ പറയും, നിന്റെ സുഹൃത്തിനാണല്ലോ ഇന്നാലിന്ന സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത്. എങ്ങനോ ഒരു സ്ഥാനമാനം കിട്ടി, അതിനിപ്പോ എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാഹ്, റാഹത്താണ്. അയാൾ പഠിച്ചു നേടി നല്ല റാഹത്തിലായി, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അവന്റെ കൽബിലുള്ള ആ ചൊറി അത് പുറത്തേക്ക് വന്നതാണ്. അങ്ങനോ കിട്ടിയൊരു സ്ഥാനം, എനിക്ക് എന്താക്കാൻ ഉണ്ടാവും. സമ്മതിക്കാനും അംഗീകരിക്കാനും അങ്ങോട്ട് കഴിയുന്നില്ല. ഒരു ഖൈറായി സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അതിലെന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലൊക്കെ ഒരു ഹസദ് നമ്മളെ ഭാഗത്ത്. നമ്മളങ്ങനെ മെയിനൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനെ കുപ്പായിട്ട് ഉഷാറായിട്ട് നടക്കണം. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എന്തെങ്കിലൊക്കെ ഒരു കുറവ് കാണാൻ അതിനുണ്ടാക്കരുത് നമ്മളെ ഖൽബ്. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന് യോജിച്ചത്. അത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ലതി ബല്ലഗതു ബിക്, യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ച കാര്യം അത് തന്നെയാണ്. പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യവുമാണത്. ഖൽബിന്റെ പരിശുദ്ധിയാണ് സഹോദരങ്ങളെ ആ പറഞ്ഞത്. ഖൽബിന് ശരിയായ നിലക്ക് വിശുദ്ധിയുണ്ടോ, സമ്മതിക്കാനും അംഗീകരിക്കാനും ഒരു പ്രയാസവും വരില്ല. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. കണ്ടില്ലേ നിങ്ങള്, ജൂതന്മാർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അംഗീകരിക്കാൻ വല്ല തെളിവും പോരാഞ്ഞിട്ടാണോ? അല്ല. മൂർച്ചയുള്ള ഹസദിന്റെ കാരണം എന്തേ? അവരാലോചിച്ച് നിൽക്കുകയായിരുന്നു. അവസാനത്തെ നബി അവരിൽ നിന്നാണ് വരികാന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ജൂതന്മാരോട് ചോദിച്ചു, മദീനയിലുള്ള ജൂതന്മാരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റസൂലായി നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ? അവര് പറഞ്ഞു, എല്ലാവർക്കുമുള്ള റസൂലല്ല, റസൂലുൽ ഉമ്മിയീൻ, അറബികൾക്ക് വന്ന റസൂലാണ്.
അല്ലാഹു തആല പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. എല്ലാവർക്കും റസൂലായിട്ടാണ് തങ്ങൾ അയച്ചത്. ഒരു അറബികൾക്ക് മാത്രോ മക്കക്കാർക്ക് മാത്രോ മദീനക്കാർക്ക് മാത്രോ അല്ല. പക്ഷെ പല മനുഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയൂല. ജൂതന്മാർക്ക് അടയാളങ്ങൾ കിട്ടാഞ്ഞിട്ടാണോ? അല്ല. നബിയാണെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല. ഹസദിന്റെ മൂർച്ച കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ശത്രുതയും പകയും വെച്ചു പുലർത്തിയത് അവരാണ്, യഹൂദികളാണ്. ആരാ തങ്ങൾക്ക് സിഹ്ർ ചെയ്തത്? ആരാ വിഷം പുരട്ടി ഭക്ഷണത്തിൽ കൊടുത്തത്? കൊല്ലാൻ ആളുകളെ ചുമതലപ്പെടുത്തി നിർത്തിയതാരാണ്? എല്ലാറ്റിനും ഒരു ഉത്തരമേ ഉള്ളൂ, യഹൂദികൾ. ജൂതന്മാർ അവരല്ലേ അതൊക്കെ ചെയ്തത്? അതിനുള്ള എല്ലാ അടവും പാറ്റി നോക്കിയത് അവരല്ലേ? ഹസദിന്റെ മൂർച്ച ഒറ്റ കാരണാണത്. മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ ഹസദ് വെക്കരുത്. നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ കാർന്ന് തിന്നുപോകും. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് അത് അംഗീകരിക്കാൻ കഴിയണം. ഈ ദുനിയാവിലും ആകാശ ലോകത്തും ആദ്യം ഉണ്ടായ ദോഷേതാ? ഹസദാ. ഭൂമി ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഹസദ് എന്ന രോഗം ഉണ്ടായത് ഇബ്ലീസിനാണ്. ഭൂമി ലോകത്ത് ആദ്യമായി ഹസദ് എന്ന രോഗമുണ്ടായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾക്കാണ്. അങ്ങനെയാണ് ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്. ഹസദ് മൂർജിച്ചിട്ടാണ്. അതൊരു കടുത്ത രോഗമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട രോഗം. പിടിപെട്ട് കഴിഞ്ഞാൽ നീക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ കാവൽ ചോദിക്കാനുണ്ട് അള്ളാഹുവിനോട്. എന്നും നമ്മൾ കാവൽ ഏറ്റവും ചോദിക്കുന്ന വിഷയത്തിൽ കാവൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ ഷർറ്, അവൻ ഹസദ് വെച്ചാലുള്ള ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ചോദ്യം അത് ചെറുതല്ല, വലിയൊരു വിഷയമാണ്. ഹസദ് നന്മകളെ മുഴുവനും കാർന്നു തിന്നു കളയും. ഹസദ് എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാനും വലിയ പ്രയാസമാണ്. ഖൽബിന്റെ പരിശുദ്ധി സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പ്രധാനമായും നമ്മളോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്, സഹോദരങ്ങളെ, ഖൽബിന്റെ രോഗങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ചെറുതായി കാണരുത്, വലിയ രൂപത്തിൽ തന്നെ കാണണം. എന്നിട്ട് ആ ഖൽബിന്റെ രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റണം. എന്തെങ്കിലും കേടുപാടുകൾ ഖൽബിന് പിടിപെട്ടാൽ അത് ചികിത്സിക്കാനും അത് മാറ്റാനും അതിനുള്ള മരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ട് ഖൽബിന് ആത്മീയമായ ഉണർവ് നൽകണം. ഖൽബിന്റെ ചികിത്സ എന്ന് പറഞ്ഞ് മഹാന്മാര് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായതാണ് പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത്, ഓത്ത്. ഖുർആൻ ഓതിയാൽ മാത്രം പോരാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതാനുള്ള കഴിവ് ആർജിക്കണം. അതൊരു പ്രധാനപ്പെട്ട കഴിവ് തന്നെയാണ്. ഖുർആൻ നന്നായി പഠിക്കണമെന്നർത്ഥം. എത്ര സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ഈ പള്ളി നോക്കുകയാണെങ്കിൽ പേരന്നെ 1000 ജമാഅത്ത്. ഈ പള്ളിയിൽ ഓരോ ദിവസവും 100 ആൾക്കാർ വന്ന് 1000 ജമാഅത്ത് ഒന്നായിട്ട് വേണം 100 ആൾക്കാർ വന്ന് ഇവിടെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കണ ഉസ്താദിനെ വെച്ചിട്ട് ഒരു ആയത്തിന്റെ അർത്ഥം പഠിക്കുകയാണെങ്കിൽ എന്ത് സുഖമുണ്ട്. പിന്നെ എന്തിനാ സഹോദരങ്ങൾ എത്രയും വലിയ പള്ളിയും ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ എന്തിനാ? എപ്പോഴെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്തെങ്കിലും പഠിച്ചിട്ട് ഒരായത്തെങ്കിലും നമ്മളെ ഖൽബിൽ ഒരു ചെറിയ മിന്നലാട്ടുണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ജുമാന്റെ വാദ് പറയുമ്പോഴേക്ക് ആകെ മുന്നിൽ 40 ആളാവും, ബാക്കിയൊക്കെ ഒന്നായിട്ട് കൊഴിഞ്ഞ് വണ്ടി കയറി അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ എങ്ങനെ ഇത് സാധിക്കും? ഒരു 100-100 ആൾക്കാർ ഒരുമിച്ച് വന്നിരിക്കുക, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും എടുത്തിട്ട് ഖുർആന്റെ എന്തെങ്കിലും ഒരു വശങ്ങളൊന്ന് പഠിക്കാൻ, എപ്പോഴെങ്കിലും ഓതുമ്പോ നമ്മളെ മനസ്സിലൊന്ന് തറുവാകാൻ, ഒരായത്തെങ്കിലും ചിന്തിച്ചിട്ട് ഒന്ന് അർത്ഥം ചിന്തിച്ചിട്ടൊന്ന് കണ്ണീര് വരാൻ. പഠിച്ചോനെ, എന്നെ പറ്റിയാണല്ലോ നീ ആ ഖുർആനിലൂടെ പറഞ്ഞത്,
എന്നെ പറ്റിയാണല്ലോ നീ ആ വിശദീകരിച്ചത് എന്നൊരു ചിന്ത വരണമെങ്കിൽ പഠിക്കണ്ടേ? ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഓതിയാൽ ഖൽബ് നന്നാകൂലേ? നന്നാകും, ഉറപ്പായിട്ടും. അതിന് നല്ലോണം പഠിക്കണം. അർത്ഥം ചിന്തിച്ച് ഓതണമെങ്കിൽ അർത്ഥം പഠിക്കാതെ കഴിയോ? അർത്ഥം ചിന്തിച്ച് ഓതുക എന്നുള്ളത് ഖൽബിന്റെ കടുപ്പം മാറാൻ ഒരു പ്രധാനപ്പെട്ട മരുന്നായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചൊരു മരുന്നാണ് തിലാവത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആനിന്റെ ആദാബുകൾ വിശദീകരിച്ചിടത്ത് മഹാനവറുകൾ പറഞ്ഞു, അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആനോത്ത് ഖൽബിന്റെ കീടങ്ങൾ മുഴുവനും കെടുത്തിക്കളഞ്ഞ് ഖൽബിനെ പരിശുദ്ധമാക്കാനുള്ള ഒരു മരുന്നാണ്. സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, ആൾക്കാരൊക്കെ പറയും, ഉസ്താദേ അതിന് മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നമ്മളെ മൊബൈലിലെ ഉപകരണങ്ങളൊക്കെ എത്ര ക്ലാസ് ഉണ്ട്, നേരെ ചൊവ്വേ ഇരുന്ന് കേൾക്കാനുള്ള സ്വബറുണ്ടാകും. കിട്ടോ? ഒരു മണിക്കൂർ ഇരുന്ന് ഒരു വാത് കേൾക്കാനുള്ള സ്വബർ കിട്ടോ? ഇവിടെ തന്നെ കിട്ടുന്നില്ലെന്നുണ്ട്. ഞാൻ പുറത്ത് എന്നിട്ടായിരുന്നു കേൾക്കുന്നത്. 2 മിനിറ്റ് 1.5 മിനിറ്റ് എങ്ങനെങ്കിലും അടിച്ചു നിന്നുകൊണ്ട് കോതിങ്ങനെ കേട്ടിട്ട് പിന്നെ അടുത്തിലേക്ക് കടക്കും. അതെന്തെങ്കിലും ഒരു പരിഹാസ്യം, ഒരു ഹാസ്യമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ കേൾക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും. വേണ്ടത് വെച്ച് കേൾക്കുന്നിടത്ത് അത്ര തോന്നെ ആളെ കാണുക. മറ്റൊരു മരുന്നാണ് നമ്മുടെ ബത്തുനെ സൂക്ഷിക്കണം. പറ്റുന്നത് മാത്രം കഴിക്കണം, പറ്റാത്തതൊന്നും ബത്തുനിലേക്ക് ചേർക്കരുത്. ബത്തുനിനെ, നമ്മുടെ വയറിനെ നന്നായി സൂക്ഷിക്കണം. വയറും ഖൽബുമായി നല്ല ബന്ധമുണ്ട്. അവിഹിതമായതൊന്നും കഴിക്കരുത്. പരിധി വിട്ട് കഴിക്കരുത് എന്ന് മാത്രമല്ല, അവിഹിതമായതൊന്നും കഴിക്കരുത്. അല്ലാഹു ഖുർആനിലൂടെ നമ്മോടത് ഉണർത്തിയിട്ടുണ്ട് പല തവണ. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷിക്കണം, കുടിക്കണം, വലാ തുസ്രിഫൂ, പറ്റാത്തതൊന്നും ആകരുത്, പറ്റാത്തതൊന്നും കുടിക്കരുത്, പറ്റാത്തതൊന്നും കഴിക്കരുത്. അത് ഖൽബിനെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തും. ഹറാമായ രീതിയിലുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളും കഴിക്കരുത്. കഴിവിന്റെ പരമാവധി ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാകണം. ഹറാമായ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളും ഹറാമായ രീതിയിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള മദ്യപാനം പോലെയുള്ളത് മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കും. മരവിപ്പിച്ചുകൊണ്ടാണ് ചെറിയൊരു ദയാദാക്ഷിണ്യം പോലും ഇല്ലാതെ അത്രയും ലോകത്ത് സങ്കടപ്പെടുത്തുന്ന രംഗങ്ങൾക്ക് നമ്മുടെ നാടും നമ്മുടെ പരിസരങ്ങളുമൊക്കെ സാക്ഷിയാകുന്നത്. അത് ഒരു മെമ്പർമാരിൽ മാത്രം ഒതുക്കേണ്ടതല്ല, എല്ലാവരിലും അതിന്റെ ഉദാഹരണങ്ങൾ വന്നു കഴിഞ്ഞു. ഭാര്യ ഭർത്താവിനെ കൊന്നതും, ഭർത്താവ് ഭാര്യയെ കൊന്നതും, ബാപ്പ മക്കളെ കൊന്നതും, മക്കള് ബാപ്പയെ കൊന്നതും, മക്കള് വല്യുപ്പയെ കൊന്നതും, എല്ലാ തരത്തിലും ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാറ്റിന്റെയും ഹേതു ഒന്നാണ്, കഴിക്കുന്നതും കുടിക്കുന്നതും ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു നിലക്കും പറ്റാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സും ദുഷിക്കും. അവന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ പ്രകോപനപരമായ ചിന്ത വരും, പ്രകോപനപരമായ പ്രതിരോധ ബുദ്ധി വരും. എന്തും അവന് ചെയ്യാൻ തോന്നുന്നവൻ ചെയ്യും. അത് വല്ലാത്ത ദുഷിച്ചൊരവസ്ഥയാണ്. മറ്റൊന്ന് മുജാലസത്തു സുലഹ, നല്ല ആളുകളോടൊപ്പം ഒന്ന് കൂടിയിരിക്കുക. മഹാന്മാരുടെ മസാറ് വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ഉറൂസിനല്ല അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നത്. ആഴ്ചയിൽ ഒരു തവണയാണെങ്കിൽ അങ്ങനെ, ദിവസത്തിൽ ഒരു സലാം പറയും കഴിയുമെങ്കിൽ അങ്ങനെ. അവരോടൊപ്പം കൂടിയിരിക്കുന്നത് നമ്മുടെ ഖൽബ് നന്നാകാനുള്ള ഒരു കാരണമാണ്. സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്നിരിക്കുക. ദിക്ർ എന്നും നടക്കുന്ന സദസ്സ് കണ്ടിട്ടില്ലേ? ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സ്, ഖുർആനെന്നും ഓതുന്ന സദസ്സ് കണ്ടിട്ടില്ലേ? കൂടിയിരിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. സ്വാലിഹീങ്ങളോടൊപ്പം കൂടിയിരിക്കുന്നത് ഖൽബിന്റെ വൃത്തികേടുകൾ നന്നാകാൻ ഏറ്റവും നല്ല മാർഗമാണ്. ماء الكنيف إذا ما سال مختلطا بماء نهر فزالت منه أقدار.
സജ്ജനങ്ങളോടൊപ്പം നീ കലർന്നിരിക്കണം. അത് കാരണം നിന്റെ മനസ്സിന്, നിന്റെ സ്വഭാവത്തിന്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാറ്റിനും നന്മ വരും, നല്ല പ്രവർത്തനം വരും, നല്ല ചിന്ത വരും, നല്ല പ്ലാനിങ്ങുകൾ വരും, നല്ല പദ്ധതി വരും. കാരണം മനസ്സിന് വരുന്ന മാറ്റമാണ്. അവരോടൊപ്പം കൂടിയിരുന്നത് കൊണ്ട് കിട്ടിയതാണോ? അതെ. കാരണം അവര് ഭൂമിയിലെ ഏറ്റവും നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ്, താരകങ്ങളാണ്. അവരോടൊപ്പം ചേർന്നിരിക്കണം, കേടുകളൊക്കെ നീങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നല്ലവരോടൊപ്പം കൂടിയിരിക്കുന്ന ആള് അതാരെ പോലെയാണ്? അതേ, കേടുള്ള ഒരു മനുഷ്യൻ അവരോടൊപ്പം പോയിരുന്നാൽ അവന്റെ കേടുകൾ മുഴുവനും നീങ്ങിയിട്ട് നല്ലവനായിട്ട് പരിശുദ്ധനായിട്ട് വരും. ആരെ പോലെയാണ് ഉദാഹരണം പറഞ്ഞത്? അത്തർ വിൽക്കുന്നവനെ പോലെയാണ്. അത്തറുകാരന്റെ അടുത്ത് നീ പോയിരുന്നാൽ ഒന്നുകിൽ അവന്റെ പക്കൽ നിന്ന് നീ അത്തർ വാങ്ങും, അല്ലെങ്കിൽ അത്തറൊന്ന് വാസനിക്കും, അല്ലെങ്കിൽ അത്തറൊന്ന് തേച്ചു തരും. 3 നിലക്കാണെങ്കിലും നിനക്ക് നന്മയാണ്. അത്തർ വാങ്ങിയാലും സുഗന്ധമാണ്, കുറച്ചു നേരം നിന്ന് വാസനിച്ചാലും നിന്റെ കൽബിന് നല്ല ആശ്വാസമാണ്, നല്ല വാസന കിട്ടി. ഒന്ന് നിനക്ക് പുരട്ടി തന്നാലും കുറച്ചു നേരം വാസനിക്കാനതുണ്ടാകുമല്ലോ. ഇതേ രൂപത്തിലാണ് മസലുൽ ജലീസി സ്വാലിഹ്, നല്ലവരോടൊപ്പം കൂടിയിരിക്കുന്നവൻ ഏതെങ്കിലും ഒരർത്ഥത്തിൽ അവന് നന്മ കിട്ടാതിരിക്കില്ല, അവന്റെ കൽബിന് അതുകൊണ്ട് മാറ്റം കിട്ടാതിരിക്കില്ല. അങ്ങനെയാണ് മഹാന്മാരോടൊപ്പം വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ വന്ന് കൂടിയിരിക്കുമ്പോ അവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ചിന്തിച്ച് മാറിയിട്ട് പശ്ചാത്താപബോധത്തോടെ മാറുകയും അവരോടൊപ്പം സഹവസിച്ചതിന്റെ പേരില് പിന്നെ നന്നാകണമെന്ന ചിന്ത വന്നതുമൊക്കെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരൊറ്റ രാത്രി സഞ്ചരിച്ച തസ്കരൻ, ഒരു കളവ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഒറ്റ രാത്രി കൊണ്ട് മാറിയത് ആ രാത്രിയിൽ കുറച്ചു നേരം കിട്ടിയ സുഹബത്താണ്, സഹവാസമാണ്. കുറച്ചു നേരം കിട്ടിയ സഹവാസം. ആ സഹവാസത്തിൽ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, പഠിച്ചോനെ, ഇങ്ങനെ പെരുമാറുന്ന ഈ സ്വഭാവത്തിൽ എന്റെ മനസ്സിനിണങ്ങുന്ന ഒരു സ്വഭാവം തന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കളവ് നടത്താൻ പോയിട്ട് എന്റെ തടിയും കൊണ്ട് ഞാൻ ഓടിയതാണ്, ആൾക്കാരെ അടിക്കാനും പിടിക്കാനും വന്നെടുത്തുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്നോട് സഭ്യേതര വാക്കുകളില്ല, എന്നോട് ആക്ഷേപത്തിന്റെ സ്വരങ്ങളില്ല, വെറുക്കുന്ന മന്ത്രങ്ങളില്ല. ഞാനൊരു ആവശ്യക്കാരനാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഗോതമ്പ് നല്ല രൂപത്തിൽ ചാക്കിൽ കെട്ടി തന്നിട്ട് എന്റെ വീട്ടിലേക്കുള്ള സുഗമമായ വഴി വരെ കാണിച്ചു തന്ന നല്ലൊരു മാർഗദർശി. നാളെയും അയാളെ കാണണം, നാളെയും അദ്ദേഹത്തെ കാണണം, സദസ്സിലൊന്ന് പോയിരിക്കണം, എനിക്ക് നന്നാകണം എന്നൊരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിൽ വന്നത് ആ രാത്രിയിലെ കുറഞ്ഞ നേരത്തെ സഹവാസമാണ്. തീർത്തും നന്നായി. രൂപഭാവങ്ങളൊക്കെ മാറി, മനസ്സിന്റെ ദുഷ്കരമായ ചിന്തകൾ മൊത്തം കുടിയൊറുക്കിപ്പൊടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉദാഹരണം ഏറ്റവും അധികം ഫിറ്റാകും സഹോദരങ്ങളെ സ്വാലിഹീങ്ങളോടൊപ്പം ഇരുന്നാൽ ഖൽബിന് വല്ലാത്ത മാറ്റം കിട്ടുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ടൂർ പോകുന്നത് മാറ്റിയിട്ട് സിയാറത്തിനാ പോകണം. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അധികം അതാണ്. ആണും പെണ്ണും ഫാമിലി റോട്ടിലേക്ക് ഇറങ്ങി, ഇത് റോഡല്ലേ, ബസിന്റെ എണ്ണം കിട്ടും. അപ്പുറത്താ ടൂറിസ്റ്റ് ബസിന്റെ എണ്ണം കിട്ടും. ഒന്ന് പോയി നോക്കും. അപകടങ്ങൾ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ പത്രത്തിൽ വേറെ വരും. ടൂറിസ്റ്റ് ബസിന്റെ എണ്ണം കിട്ടും. ആണും പെണ്ണും ഫാമിലി അടക്കം. ഇപ്പൊ വയനാട്ടില് ഒരു അപകടമുണ്ടായി. അല്ലാഹു തആല എല്ലാ നാടുകളെയും കാത്തുരക്ഷിക്കട്ടെ. പത്രത്തിൽ വന്ന ഒരു വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാകും. അവിടെ ഈ ആളുകളെ ആകർഷിക്കാനും താമസിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീട്, എന്തായാലും പേര് റിസോർട്ട്. ഒലിച്ചുപോയ റിസോർട്ടുകൾ മുഴുവനും നിറഞ്ഞിരുന്നു. ഒറ്റ റിസോർട്ടും കാലിയില്ല. എത്ര ആള് പോയി എന്നുള്ള കണക്കുമില്ല. എവിടെങ്കിലും ഉണ്ടോ അങ്ങനെ തിരക്ക്? എന്താ അവിടെ കാര്യമായിട്ടുള്ളത്? മഖ്ബറുണ്ടോ? മഖ്ബറകളിലേക്കും മറ്റുമല്ല കൂട്ടുകുടുംബാദികൾ പോയിട്ട് കുറച്ചു നേരം നിന്ന് സിയാറത്ത് ചെയ്ത് പോരുന്നത് ഒരു ആശ്വാസം.
കാഴ്ചാ സ്ഥലങ്ങളിൽ അർദ്ധനഗ്നരായ ആളുകൾ ഉല്ലസിക്കുന്നിടത്ത്, മറ്റു ബീച്ച് കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ അനാവശ്യങ്ങൾക്ക് കൂടുതൽ പെർമിറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടേക്കല്ല കെട്ടും കെട്ടി യാത്രയാകേണ്ടത്. അവിടേക്കല്ല ഫാമിലിയായിട്ട് ഒരു ഹണിമൂൺ യാത്ര നടത്തേണ്ടത്. അവിടേക്കല്ല നിന്റെ മക്കളെയും കൊണ്ട് ഒഴിവ് ദിനങ്ങളിൽ നീ പാറിപ്പറക്കേണ്ടത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് അവിടെ പോയിരിക്കൂ. ഒന്ന് കിട്ടുന്ന ഖുർആനോദൂ. നിന്റെ മനസ്സിന്റെ മാലിന്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി യജമാനനായ റബ്ബിനോടൊന്ന് ദുആ ചെയ്യൂ. നിന്റെ ഭാര്യയെയും കൂട്ടി നീ ഒഴിവ് വേളയിൽ പറക്കേണ്ടത്, കിട്ടുന്ന ഒഴിവ് വേളയിൽ നീ പറക്കേണ്ടത്. അബദ്ധ സഞ്ചാരികൾ, പിടുത്തം വിട്ട് സഞ്ചരിക്കുന്ന മദ്യപാനികൾ, ഓടിക്കളിക്കുന്ന മയക്കുമരുന്ന ആളുകൾ റോന്തു ചുറ്റുന്ന സ്ഥലങ്ങളിലേക്കല്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ കയ്യിൽ അല്ലാഹു തരുന്ന മഞ്ഞപ്പണം നീ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർ ഫോട്ടോ എടുത്ത് വിടുമ്പോ നിന്റെ കൽവിൽ കർണാനന്ദകരമായി വരേണ്ടത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലല്ല. നിന്റെ മനസ്സിന്റെ മാലിന്യം തുടച്ചു നീക്കാൻ, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ഖൈർ കിട്ടാൻ ഏറ്റവും നല്ല മസാറുകളിലേക്ക് വന്നോ, അവരെ സിയാറത്ത് ചെയ്തോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും എന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രാത്രിയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരൂലേ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയിൽ അർദ്ധരാത്രിയിൽ തങ്ങൾ പുറപ്പെടും ഇലൽ ബഖീഇ, സ്വാലിഹീങ്ങൾ അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീയിലേക്ക്. എല്ലാ രാത്രിയും ഒരു രാത്രിയും ഒഴിവില്ല. എന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ രാത്രിയിലും രാത്രിയുടെ അവസാനം തഹജ്ജുദിന്റെ നേരത്ത് തങ്ങൾ എഴുന്നേൽക്കുമ്പോ യഖ്റുജു മിൻ ആഖിരിൽ ലൈലി ഇലൽ ബഖീഇ, രാത്രിയുടെ അവസാന സമയത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടും. ആരാണ് ജന്നത്തുൽ ബഖീയിൽ അന്തിയുറങ്ങുന്നത്? മഹാന്മാരായ സ്വാലിഹീങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളാണ്. അവരെ കവച്ചു വെക്കുന്ന ഔലിയാക്കൾ ലോകത്ത് വേറെ ഇല്ലല്ലോ. അവരടുത്തു പോയിട്ടാ തങ്ങൾ സലാം പറയുന്നത്, തങ്ങൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നേരത്തെ നിന്നിലേക്ക് യാത്രയായവർക്കും ഇനി ഇവിടെ ദുനിയാവിൽ ശേഷിക്കുന്നവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആ സജ്ജനങ്ങളുടെ സന്നിധാനത്തിൽ ചെന്നാണ് തങ്ങൾ ദുആ ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയട്ടെ, കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കേണ്ടത് നല്ല നല്ല മസാറുകളിലേക്കാണ്. അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, ആ മക്കളെ കൽബിലൊക്കെ മഹാന്മാരെ കുറിച്ചുള്ളൊരു ഓർമ്മയും അവരെ ചാരത്തെത്തിയിട്ടുള്ളൊരു സന്തോഷവും നല്ല ഒരു മനസ്ഥിതിയും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകാരപ്പെടും. പിന്നെയോ, വിദേശികളൊക്കെ വന്ന് തമ്പടിക്കുന്ന, കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒഴുകുന്ന, ഏത് നേരവും അല്ലാഹുവിന്റെ അദാബിറങ്ങാൻ സാധ്യതയുള്ള ഒരു തെരുവിലേക്കും തെണ്ടിപ്പോകരുത്. ഒരു സ്ഥലങ്ങളിലേക്കും നീ പോയി പുറപ്പെട്ടു പോകരുത്. ഏറ്റവും വലിയ അദാബിറങ്ങാൻ കാരണമാകുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അദാബിൽ നീയും മെമ്പറായി പോകരുത്. നിന്റെ കയ്യിൽ അല്ലാഹു തആല തന്ന നിഅമത്താകുന്ന പണം നീ ഉപയോഗിക്കേണ്ടത് നല്ല മാർഗങ്ങളിലേക്കാണ്. സ്വാലിഹീങ്ങളിലേക്ക് പോകാൻ, അവരെ സവിധത്തിലേക്ക് വരാൻ, അവരോടൊപ്പം ഒന്ന് സിയാറത്ത് ചെയ്തിരിക്കാൻ, അതിലേക്കാണ് സഹോദരങ്ങളെ തിരിയേണ്ടത്. കല്യാണം കഴിയുന്ന പുതിയ വീട്ടിൽ വരെ ബാപ്പാരുമാരും മക്കളോട് ഹണിമൂൺ യാത്രക്ക് ഉപദേശിക്കുമ്പോ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ മൈക്കിലൂടെ പറയുന്നില്ല. ഒരു സ്ഥലം പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. വൃത്തികേടുകൾ മാത്രം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മുസ്ലിം വീട്ടിലെ ബാപ്പമാരും ഉമ്മമാരും മക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഹണിമൂൺ യാത്ര. ഞാൻ പറയുന്നില്ല, ഒറ്റ സ്ഥലവും ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കാണ് 10,000-ഉം 25,000-ഉം മുടക്കിയിട്ട് വാടകയ്ക്ക് വരെ കാറ് വിളിച്ചുകൊണ്ട് ആളുകൾ പോകുന്നത്. നമ്മൾ അതിൽപ്പെട്ട ആളുകളായി തീരരുത്. സ്വാലിഹീങ്ങളെ സന്നിധാനങ്ങളിലേക്ക് വരണം, അവരോടൊത്തിരിക്കണം. അവരെ സന്നിധാനത്തിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കണം. എപ്പോഴും നമ്മുടെ വീടിനേക്കാളും നമ്മുടെ പരിസരങ്ങളിലേക്കാളും റഹ്മത്ത് വർഷിക്കാൻ കാരണമാകുന്ന സ്ഥലങ്ങൾ സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്നിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ചെറിയൊരു കാര്യമല്ല മഹാന്മാരാ പഠിപ്പിക്കുന്നത്.
കഴിയുമെങ്കിൽ ഖിയാമുലൈലിൻ എന്നും പതിവാക്കാൻ കഴിയുമെങ്കിൽ ഖൽബ് നന്നാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഖിയാമുലൈൽ, രാത്രിയിലെ നിസ്കാരം. തഹജ്ജുദ് നിസ്കാരമാണ് പറഞ്ഞത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു നമ്മൾ വീട്ടിൽ തന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും അതിലേക്ക് സൗകര്യമായിട്ടില്ല. ഇപ്പോഴും നമ്മൾ അതിലേക്ക് ഉണർന്നിട്ടില്ല. ചിലരൊക്കെ റമദാൻ മാസത്തിൽ മാത്രം ഉണ്ടാകും ഒരു ഖിയാമുൽ ലൈലിന്റെ ആൾക്കാരായിട്ട്. അതുപോലെ നിലനിർത്തണം എന്ന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു ചെറിയ സംഗതിയൊന്നല്ല. ഞാൻ വാത് നീട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളെ സമയമൊന്നും ഞാൻ മുടക്കുന്നില്ല. ഞാൻ എന്റെ സമയമാകുമ്പോൾ ഞാൻ നിർത്തും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മളെ ഖൽബ് നന്നാക്കാൻ ഖിയാമുൽ ലൈൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ഖൽബുമായിട്ട്, ആ നേരത്തെ ഇബാദത്തിന് ഖൽബുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. നേരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നേരം അത് അസ്ഹാർ, അത്തായത്തിന്റെ സമയമാണ്. അത്തായത്തിന്റെ സമയത്ത് എണീറ്റുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതും ഇപ്പോൾ പറയുന്നതും സുബൈക്ക് പറയുന്നതും മഗ്രിബിന് പറയുന്നതും അസറിന് പറയുന്നതും ഒക്കെ മാറ്റുണ്ട്. അത്തായത്തിന്റെ നേരത്തെ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത് മറ്റു ഏത് സമയങ്ങളോടും അതിനെ സാമ്യപ്പെടുത്താൻ കഴിയൂല. അത് വേറെ തന്നെയാണ്. അത്തായ നേരത്തുള്ള വിനയത്തോടെയുള്ള കേണപേക്ഷ അല്ലാഹുവിനോട്, മനസ്സുരുകി അല്ലാഹുവിനോട് പറയാ. വൈകല്യങ്ങൾ നിറഞ്ഞവനാണ് റബ്ബേ, ഒന്നിനും പോരാത്തവനാണ് അല്ലാഹ്. എന്റെ കാര്യങ്ങളിൽ എനിക്കറിയാമല്ലോ, എന്നെക്കാളും കൂടുതൽ നിനക്കറിയാമല്ലോ അല്ലാഹ്. ചാബല്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് അല്ലാഹുവിലേക്ക് കേണപേക്ഷ നടത്തേണ്ട നേരം, പൊട്ടിപ്പൊട്ടി കരഞ്ഞ് അല്ലാഹുവിലേക്ക് കേണപേക്ഷ നടത്തേണ്ട നേരം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, ഖൽബിന് മാറ്റമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മഹാന്മാരൊക്കെ അത്തായത്തിന്റെ നേരത്തെ അവർ ചൊല്ലി കഴിവിന്റെ പരമാവധി 70 പ്രാവശ്യവും 100 പ്രാവശ്യമൊക്കെ ചൊല്ലിയവരുണ്ട്. അങ്ങനെ അങ്ങോട്ടുള്ള ഒരു ചെല്ലലല്ല. കണ്ണും മുറുക്കി ഖൽബിലേക്ക് നോക്കി വൈകല്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് വിതുമ്പി കരഞ്ഞ് ഓരോ കണ്ണീർ തുള്ളികളും ഓരോ തൗബയുടെ കട്ടിയും ഖനവും ഉള്ള ഇസ്തിഗ്ഫാർ, പശ്ചാത്താപം. വെറുതെ ഒരു ലോക്കലായിട്ട് നമ്മൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ ചൊല്ലിനി വേറെ ഇസ്തിഗ്ഫാർ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ആ ഇസ്തിഗ്ഫാർ അല്ല. നമ്മൾ ഇസ്തിഗ്ഫാർ അതൊന്ന് പൊറപ്പിച്ചു കിട്ടാൻ വേറെ ഇസ്തിഗ്ഫാർ വേണ്ടി വരും എന്ന് പറഞ്ഞില്ല. ആ ഇസ്തിഗ്ഫാർ അല്ല. ഇച്ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ ഖൽബിൽ ടച്ച് ചെയ്തിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്. ഖൽബിന്റെ പരിശുദ്ധിക്ക് ആവശ്യമാണ് ആ നേരത്തുള്ള ഇസ്തിഗ്ഫാർ. അത്തായ നേരത്തുള്ള മോചനം, പാപമോചനം, അല്ലാഹുവിനോട് തേടുന്ന തേട്ടം പടച്ച റബ്ബ് ഏറ്റവും അധികം ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് അവന്റെ വിനയത്തോടെയുള്ള തേട്ടവും ചോദ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട്, ഒരു മുസ്ലിമിനോട് നിർവഹിക്കാൻ പറഞ്ഞ നേരമാണത്. ആ നേരത്ത് എന്നും സുഖിയന്മാരായി ഉറങ്ങി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കുന്ന മടിയന്മാരായിട്ട് നമ്മൾ മാറരുത്. ഖളാ ആകുന്നതിന്റെ തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് കൊട്ടിപ്പടയുന്ന മഹാമടിയന്മാരുമാകരുത്. കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെ അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കി വളർത്തിയെടുക്കണം. അതിനെന്തെല്ലാം കാര്യങ്ങൾ സഹായകമായിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഖൽബ്, ആ ഖൽബിന് വലിയ പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയ കാലത്തെ ജീവിതമാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധവും അതുപോലെ തന്നെ ഒരുപാട് കടമകളും കടപ്പാടുകളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറുതല്ല, വലിയ കടപ്പാടുകൾ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്.
പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട് ആരോടെല്ലാം കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി അള്ളാഹുവിനോടുള്ള കടപ്പാട്, അവനോടുള്ള ഫർളായ കാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തിക്കൊണ്ടത് നിർവഹിക്കുക. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായത്. ഖാലിഖായ റബ്ബിനോടുള്ള കടപ്പാട് ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ ബാധ്യത അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ബന്ധപ്പെടുന്ന പല ബന്ധങ്ങളുമുണ്ട്. അതിലേറ്റവും വലിയ ബന്ധം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല പെരുമാറ്റത്തിലും നല്ല ബന്ധത്തിലും കഴിയണം. ജീവിതകാലത്ത് നമുക്ക് കുറഞ്ഞ നേരം കിട്ടുന്നവരാണ് ഉപ്പയും ഉമ്മയും. അവരോട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിച്ചെടുക്കണം. കിട്ടുന്നത് എത്ര കാലം കിട്ടുമോ അത്രയും മുതലാണ്. എത്ര കാലം ബാപ്പക്ക് ഉമ്മക്ക് ഖിദ്മത്ത് എടുക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയോ, ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നേടാൻ നിനക്ക് കഴിഞ്ഞോ, നീ അത്രയും വലിയ ഭാഗ്യവാനാണ്. ബാപ്പാനോടും ഉമ്മാനോടും പൊരുത്തക്കേട് സൃഷ്ടിക്കരുത്. ബാപ്പമാര് ഉമ്മമാരെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, രണ്ട് രൂപത്തിൽ ബാപ്പമാരും ഉമ്മമാരും വരും. സ്വന്തം അർത്ഥത്തിലുള്ള ബാപ്പയും ഉമ്മയും എനിക്കുണ്ട്. എന്റെ ഭാര്യയുടെ ബാപ്പയും ഉമ്മയും അതും എനിക്ക് ബാപ്പയും ഉമ്മയുമാണ്. രണ്ട് തരത്തിലുള്ള ബാപ്പയും ഉമ്മയും വരും. രണ്ടു കൂട്ടരെയും മാനിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒത്താശകൾ ചെയ്ത് ജീവിക്കുകയും വേണം. അവർക്ക് ബാപ്പമാരും ഉമ്മമാരുമായി കണ്ട് അവർക്കൊക്കെ സേവനങ്ങളും ചെയ്യണം. ജീവിതകാലത്ത് നമുക്ക് കിട്ടുന്ന വലിയ ഒരു സന്തോഷമാണത്. പാരത്രിക ലോകത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല അമലുകളുമാണത്. ബാപ്പക്ക് ഉമ്മക്ക് നല്ലോണം ഖിദ്മത്ത് ചെയ്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ദുനിയാവിൽ ഒരു വിഷയത്തിലും തകരാത്തതുപോലെ ആഖിറത്തിലും എല്ലാ വിഷയത്തിലും അവൻ മുൻപന്തിയിലായിരിക്കും. ബാപ്പക്കും ഉമ്മക്കും വലിയ സേവനം ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ പിശുക്കന്മാരാകരുത്. ബാപ്പക്ക് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിൽ കുറവ് കാണിക്കുന്നവരാകരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ, കുടുംബക്കാരെയാണ് അടുത്തതായി അല്ലാഹു തആല എണ്ണി പറഞ്ഞത്. കുടുംബക്കാരായിട്ടുള്ള അടുത്ത ബന്ധുക്കളെയും അകന്ന ബന്ധുക്കളെയും സേവിക്കണം. കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നത് അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു മരുന്നാണ് കുടുംബ ബന്ധം പുലർത്തി മുന്നോട്ട് പോവുക എന്നത്. എല്ലാവർക്കും ആഗ്രഹമാണ് കുറെ ആയുഷ്കാലം ഉസ്താദേ ദുനിയാവിൽ ജീവിക്കണം, ഒരുപാട് നന്മകൾ ചെയ്യണം, ജീവിക്കുന്ന കാലത്തോളവും ജീവിക്കാനും മറ്റുമൊക്കെയുള്ള നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും വേണം. അത് ആഗ്രഹമുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഉപദേശമാണ് നൽകിയത്, ഫൽയസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധം പുലർത്തട്ടെ. സാമ്പത്തിക രംഗത്ത് പരാധീനത ഉണ്ടാകൂല, പക്ഷെ കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് തന്നെ നമുക്ക് പിശുക്കും ഇടങ്ങേറും ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ വരും. കുടുംബക്കാര് എന്ന് പറയുമ്പോ ആദ്യമായിട്ട് ആ ലെവലിൽ വരുന്നവര് സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഏറ്റവും അടുത്ത ബന്ധം ജ്യേഷ്ഠന്മാരും അനുജന്മാരും പെങ്ങന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം. പിന്നെ നേരെ തൊട്ടടുത്ത് നിൽക്കുന്നു ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, സഹോദരിമാർ. ഈ പറയുന്ന കണക്കൊക്കെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞ ബന്ധമാണ്. അവിടുന്ന് അങ്ങോട്ട് വിടുന്നതൊക്കെ അകന്ന ബന്ധമാണ്, അതും ബന്ധുക്കളാണ്. അവർക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്ക് പുറമക്കാർ കൊടുക്കാൻ ഒരു പക്ഷേ പലരും ഉഷാറായിരിക്കും, ഉള്ളിലുള്ളവർക്ക് കൊടുക്കാൻ നല്ല മനസ്ഥിതി വേണം. അതുകൊണ്ടല്ലേ വിലപിടിപ്പുള്ള സമ്പത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആർക്കാ കൊടുക്കേണ്ടിന്ന് ചോദിച്ചപ്പോ കുടുംബക്കാർ കൊടുത്താളി എന്നല്ലേ പറഞ്ഞത്. വേറെ എത്ര ആൾക്കാരുണ്ട് കൊടുക്കാനും വാങ്ങാനും. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും നല്ല വില കിട്ടുന്ന സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതും പറഞ്ഞു കുടുംബക്കാർ കൊടുത്തേക്കണം. അപ്പൊ അടുത്ത കുടുംബക്കാരെ വിളിച്ച് മഹാനവറുകൾ അത് വീതം വെച്ച് കൊടുത്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? കൊടുക്കാൻ ഏറ്റവും നല്ലത്, കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതും കുടുംബക്കാർക്ക്.
മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂലി കൂടുതലല്ലേ. അസ്സദഖതു അലൽ മിസ്കീനി സദഖ, സാധുവിന് നീ കൊടുക്കുന്നത് ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് നിനക്ക്. നിന്റെ കുടുംബ ബന്ധം ഉള്ള ആളുകൾക്ക് നീ കൊടുക്കുന്ന സ്വതക്ക സിന്താൻ, അത് രണ്ട് പ്രതിഫലം അതിലുണ്ട്. ഒന്ന് സ്വതക്ക, മറ്റൊന്ന് സിലത്തുൻ, കുടുംബ ബന്ധം ചേർക്കലും. രണ്ട് കാര്യങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീർഘായുസ് ഉദ്ദേശിക്കുന്നവർ, സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും ഉദ്ദേശിക്കുന്നവർ, കുടുംബത്തിന് സേവനം ചെയ്യാനും ഗുണം ചെയ്യാനും അവർക്ക് സ്വതക്ക കൊടുക്കാനും നേട്ടങ്ങൾ ചെയ്യാനും ഉദ്ദേശിക്കണം. ആവശ്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് കഴിവനുസരിച്ച് പരിഹരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക വന്നാൽ, ഒരു ഹദിയ വന്നാൽ, ആദ്യമായി തങ്ങൾ പരിഗണിച്ചിരുന്നത്, അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, തങ്ങൾക്ക് മുലയൂട്ടിയിരുന്ന മാതാക്കളുണ്ട്, അതുപോലെ തന്നെ പോറ്റി വളർത്തിയ മാതാക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ, ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ, അവർക്കൊക്കെ തങ്ങൾ കൊടുത്തയച്ചിരുന്നു. സുവൈബത്തുൽ അസ്ലമിയ്യ തുടങ്ങിയവർക്കൊക്കെ കൊടുത്തയച്ചിരുന്നു. എന്തേ കാരണം? തങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണല്ലോ അവര്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇല്ല, പക്ഷേ ഉമ്മാന്റെ സ്ഥാനത്ത് അപ്പോഴുള്ള ഉമ്മമാരാണിതൊക്കെ. ഉമ്മാന്റെ സ്ഥാനത്ത് പോറ്റി വളർത്തുകയും ഉമ്മയെ പോലെ നബി തങ്ങളെ പരിചരിക്കുകയും ചെയ്ത മാതാക്കൾ, അവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നിടത്തും സേവനം ചെയ്യുന്നിടത്തും നല്ല ശ്രദ്ധയുണ്ടാകണം, അത് നല്ലതാണ്. അതുപോലെ തന്നെ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, അടുത്ത ബന്ധമുള്ള അയൽവാസികൾ, അകന്ന ബന്ധമുള്ള അയൽവാസികൾ, പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നു നമുക്കുള്ള ബാധ്യതകളാണ്. അയൽക്കാരെ മറക്കാൻ പാടില്ല. അടുത്ത അയൽവാസികളും അകന്ന അയൽവാസികളും രണ്ടും വരും. അവരോടും സേവനം ചെയ്യണം, അവർക്കും ഗുണം ചെയ്യണം, വിഷമങ്ങൾ ദൂരീകരിക്കണം, ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയണം. അതും വലിയ ബന്ധമാണ്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിന്നോട് സഹവസിച്ചവൻ, ജോലിയിലോ യാത്രയിലോ പഠനത്തിലോ ഏതെങ്കിലും രൂപത്തിൽ നിന്നോട് ബന്ധമുള്ള കൂട്ടുകാരുണ്ടാകും. ചിലപ്പോ ഹജ്ജിന് ഒരുമിച്ച് വന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറെ കാലം ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്തവരാകും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നീ ജോലിക്ക് പോയപ്പോ നിന്നെ സഹായിച്ചവരാകും. ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരില്ലേ? നിനക്ക് ഭക്ഷണം തന്നവർ, നിനക്ക് ഒത്താശ തന്നവർ, നിന്റെ കുടുംബത്തിന് സഹായം ചെയ്തവർ, ബാപ്പയുമായുള്ള ബന്ധമുള്ളവർ, ഉമ്മയുമായുള്ള ബന്ധമുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾ, അവർക്കും ഒത്താശ ചെയ്യണം. നിനക്ക് പ്രത്യേകമായി ബന്ധമൊന്നുമില്ലെങ്കിലും യാത്രക്കാരും നിന്റെ യാത്രയിലുടനീളം ബന്ധമുള്ളവരാണ്, അവർക്കും വേണ്ട ഹിദ്മകൾ ചെയ്യണം. വമാ മലക്കത്ത് ഐമാനുക്കും, അവസാനമായി അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന ഭാര്യ സന്താനങ്ങൾ, തൊഴിലാളികൾ, അവർക്കൊക്കെ കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. സങ്കടപ്പെടുത്താൻ പാടില്ല. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അവകാശങ്ങളോ കൊടുക്കണം. തൊഴിലെടുത്തിട്ട് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ അവരൊന്നും കിട്ടാതെ ഇനിയും അവിടെ കുറച്ചുകൂടി ബാക്കി വന്നല്ലോ എന്നുള്ള സങ്കടത്തോടെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വീടൊക്കെ നമ്മൾ നിർമ്മിക്കും, ആ വീടിന് 2, 3, 4 ഐറ്റം പണിക്കാര് വരും. ഒന്ന് തേപ്പുകാര്, മറ്റൊന്ന് വയറിങ്ങിന്റെ ആൾക്കാർ, പ്ലംബിങ്ങിന്റെ ആൾക്കാർ, പെയിന്റിങ്ങിന്റെ ആൾക്കാർ. എല്ലാവർക്കും കുറച്ച് ബർക്കത്തിന് ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് 20,000 റുപ്യ, മറ്റവർക്ക് 15,000, മറ്റവർക്ക് 10,000, മറ്റവർക്ക് 5,000. കുറച്ച് സമയമൊക്കെ അവർ ചോദിക്കും, പിന്നെ ചോദിക്കാനാകൂല എന്ന് കരുതിയിട്ട് അവർ പോകും. ബാധ്യത നീങ്ങൂല. അവർ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ? പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല. ചോദിക്കാൻ പിന്നെ വരും, ചോദിച്ചില്ലേ, ചോദിക്കാനാകൂല. വിട്ടിട്ടില്ല. ഒരു ഭാരമായിട്ട് അവിടെ കൊടുക്കണം.
എത്ര കാലം കഴിഞ്ഞാലും കൊടുക്കണം. കൊടുക്കേണ്ട ഹക്കാണ്. ഭാര്യ സന്താനങ്ങളോടുള്ള കടപ്പാട് ഞാൻ അതിലേക്ക് കിടക്കല്ല, അത് വിശദീകരിച്ചാൽ തീരൂല. ഭാര്യ സന്താനങ്ങളോട് വലിയൊരു ബാധ്യതയുണ്ട്. പ്രധാനമായും നല്ല രൂപത്തിൽ അവരെ വളർത്തുക എന്നത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നല്ല പെരുമാറ്റം അവർക്ക് നൽകുക. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നല്ല പെരുമാറ്റം. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇടയിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരു കുറവുണ്ടാവില്ല. ഒരു വീട്ടിൽ എല്ലാ സൗകര്യവും സംവിധാനം ഉണ്ടാവും. പക്ഷെ ഒരു വീട്ടിൽ വേണ്ടത്, ഭാര്യക്കും വേണ്ടത്, ഭർത്താവിനും വേണ്ടത്, സുഗമമായ ജീവിതത്തിന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ട ഒരു കാര്യം നല്ല പെരുമാറ്റം. നല്ല പെരുമാറ്റമുണ്ടോ നല്ല റാഹത്തുണ്ട്, നല്ല ബർക്കത്തുണ്ട്, നല്ല ഇടപെടൽ, നല്ല ഇടപെടലുകൾ. ഇത് ബാപ്പാന്റെയും ഉമ്മാന്റെയും അന്യോന്യുള്ള തർക്കങ്ങൾ കണ്ട് വളർന്ന് ജീവിക്കുന്ന ഈ കുട്ടി ഒരു പക്ഷത്തേക്കും ചേരാതെ വേറൊരു മോഡൽ ആ കുട്ടി തിരഞ്ഞെടുക്കുക. ഉമ്മാനെ അനുകരിക്കാൻ പറ്റൂല, ഉപ്പാനെ അനുകരിക്കാൻ പറ്റൂല. ഉപ്പ ഇങ്ങനെ കറ പറ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉമ്മ അങ്ങനെ അതിനനുസരിച്ചുള്ള വേറൊരു മോഡൽ. രണ്ട് മോഡലും സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, നമ്മൾ പുതിയൊരു മോഡലിലേക്ക് മാറുക. അങ്ങനെ അവര് വേറെ മോഡലിലേക്ക് മാറുക. നമ്മളെ പാരമ്പര്യത്തിൽ തന്നെ അവര് വളർന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരുമാറ്റം നന്നാക്കണം, നമ്മുടെ വർത്തമാനം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, ഇടപഴകലുകൾ നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ട് ഇറങ്ങാണ്, ഒരു സ്ഥലത്തേക്ക് പോകാൻ, മദീന വിട്ടു പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീന വിട്ടു പോകുമ്പോ 9 വീട്ടിലും തങ്ങൾ കയറും. ഒരു വീട്ടിൽ കയറിയിട്ട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും പറഞ്ഞേണ്ടെന്ന് പറഞ്ഞാൽ പോലെ എത്ര പ്രയാസം. 9 വീട്ടിലും കയറും. മദീന വിട്ടു പോകാണ്. ഇന്ന് ഉച്ചക്ക് ശേഷം യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ് യാത്ര? തബൂക്കിലേക്കാണ്, ഖൈബറിലേക്കാണ്, ഉഹദിലേക്കാണ്. 9 വീടുകളിലും ഒന്ന് കയറുന്നു. അവസാനമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും കയറുന്നു. എല്ലാവരോടും തങ്ങൾ വിവരം പറയുന്നു. കഴിഞ്ഞു വന്നാലും തങ്ങൾ കയറുന്നു. ഇതുപോലെ എല്ലാ വീടുകളിലും കയറുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. നമ്മൾ പകർത്തേണ്ടതല്ലേ? ഒരാൾ പോകുമ്പോ നിങ്ങൾ ഞാൻ എടുക്കാൻ ചോദിച്ചതിന്റെ വീഡിയോ പോയി. ഞാൻ എന്റെ പോരെന്നല്ലേ പോണേ, എനിക്കെന്താ? നിങ്ങളെപ്പോഴാ വരും? എനിക്ക് ഇഷ്ടണ്ടാകുമ്പോ വരും. കണ്ട, ഇത് രണ്ടും കാണാൻ അപ്പുറത്തേക്കുന്ന മോളും മോനും കാണാൻ. ബാപ്പ എന്താ പറഞ്ഞു? ബാപ്പാക്ക പോണ സ്ഥലം പറഞ്ഞാ പോരെ, എപ്പോഴാ വരാന്ന് സൗകര്യത്തോടെന്ന് പറഞ്ഞാ പോരെ. എന്തിനാ ബാപ്പ അങ്ങനെ എന്തിനാ പറഞ്ഞ? ഇത് കേൾക്കുമ്പോ അപ്പുറത്ത് മറുപടി കിട്ടുന്ന ആൾക്കാരെ മനസ്സിന്റെ ഇടങ്ങേറ് എങ്ങനെ ഉണ്ടാവും? പറയുന്ന ആളതും ചോദിച്ചേ തെറ്റൊന്നുമല്ലോ, സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ചോദ്യം. അല്ല, നിങ്ങൾ പോണെന്ന് എപ്പോഴാ വരിക? സന്തോഷത്തോട് ചോദ്യം ചോദിച്ചാലേ. ഞാനിങ്ങനെ മംഗലാപുരത്ത് കാണും, വൈകുന്നേരം എത്തണം എന്നാ ഉദ്ദേശിക്കുന്നത്. നേരം വൈകിട്ടില്ലെങ്കിൽ, വൈകിയാൽ ചിലപ്പോൾ കുറച്ചൊരു 10-12 മണിക്കാവും. ഒരാവശ്യത്തിന് പോവുകയാണ്, 1-2 ആളെ കാണേണ്ടതാണ്. സുഖമായിട്ട് പറഞ്ഞാൽ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്റെ ഭർത്താവ് ഇങ്ങനെ യാത്രക്ക് പോയതാ, പഠിച്ചോനെ യാത്ര റാഹത്തായി കൊടുത്തു, മുറാദൊക്കെ ഹാസിലായി കൊടുത്തു. മനസ്സറിഞ്ഞൊന്ന് ദ്വാരക്കാൻ നല്ലൽക്ക് പറയണ്ടേ? ദ്വാരക്കണമെങ്കിൽ നല്ല നിലക്ക് ആദ്യം പറയണ്ടേ? 9 വീടുകളിലും കയറിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നാ വിഷയം ഒന്ന് പറഞ്ഞിറങ്ങി എന്ന് പറയുമ്പോ എത്രമാത്രം വലിയൊരു സന്തോഷമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. യാത്ര കഴിഞ്ഞു വന്നിട്ടും പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ചു നേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ ചെലവഴിച്ചാൽ പിന്നെയും കയറുന്നു 9 വീടുകളിൽ, വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. നല്ല പെരുമാറ്റം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയതാണ്. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്കും മറ്റും കൊടുക്കേണ്ട മാതൃകയും അതാണ്.
നല്ല സ്വഭാവങ്ങളാണ് മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. നല്ല പെരുമാറ്റങ്ങളാണ് മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. എന്റെ ഉപ്പ ഒരിക്കലും എന്റെ ഉമ്മയെ ശകാരിച്ചിട്ടില്ല. എന്റെ ഉമ്മ ഒരിക്കലും എന്റെ ഉപ്പയെ മനസ്സ് വേദനിപ്പിക്കുന്നൊരു വർത്തമാനവും പറഞ്ഞിട്ടില്ല എന്നാകണം മക്കള് പറയേണ്ടത്. അതാകണം അവര് പഠിക്കേണ്ടത്. അതാകണം അവര് കാണേണ്ടത്. നമ്മിൽ നിന്ന് കാണേണ്ടത് അങ്ങനെയാണ്. പെരുമാറ്റം മോശമായ ജീവിതത്തിന് സുഖം കിട്ടൂല. സഹോദരിമാരെ, പെരുമാറ്റം നന്നാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പെരുമാറ്റം മോശമായത് കൊണ്ടല്ലേ, ദുസ്വഭാവമായത് കൊണ്ടല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആദ്യം കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത്. അത്ര വന്യവയോധികനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് ബഹുമാനത്തിന്റെ ഒരു പെരുമാറ്റമോ ഒരു വാക്കോ പറയാൻ ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി തയ്യാറായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്തിയതാണ് സാറ ബീവിയോടൊപ്പം ഒന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി. അപ്പൊ കൂട്ടത്തിൽ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്റെ കുടുംബം ഉണ്ട് ഇവിടെ, എന്റെ മോനും കുടുംബമുണ്ട്, ഞാൻ അവരൊന്ന് കണ്ടുവരട്ടെ. സാറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടുവന്നോളൂ. വാഹനത്തിൽ തന്നെ ഇരുന്ന് കണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരണം, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വൈകണ്ടാന്ന് പറഞ്ഞു. ശരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാഹനത്തിൽ തന്നെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ വേഗം വരാന്ന്. അവിടെ എത്തിയ വീട്ടിന്റെ മുന്നിലെത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്ന് വിളിച്ചപ്പോ കതക് തുറന്നൊരു പെൺകുട്ടി വന്നു. വീട്ടുകാരൻ എവിടെ? വീട്ടുകാരൻ ജോലിക്ക് പോയതാ. എപ്പോഴാ വരിക? വൈകുന്നേരം വരും, ചിലപ്പോ ഉച്ചക്ക് വരും, എപ്പോഴൊന്നും വരും. ഇങ്ങനെ ജീവിതമൊക്കെ വലിയ ഇടങ്ങേറാ. പെരുമാറ്റവും വർത്തമാനവും ഒന്നും ഒരു സുഖമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചു, പടച്ചോനെ, ഈ പുതിയണ്ണിൽ നിന്ന്, ഈ പെണ്ണിൽ നിന്ന് എന്റെ മകനിലൂടെ പേരക്കുട്ടികൾ ജനിച്ചാല് സ്വഭാവദോഷമുള്ള കുട്ടികളായി മാറൂലേ കുട്ടികളൊക്കെ? പെരുമാറ്റം മോശമുള്ള കുട്ടികളായി മാറൂലേ? ഒരു ബഹുമാനത്തിന്റെ സമീപനമോ ഒരു ശൈലിയോ വർത്തമാനത്തിൽ എവിടെയെങ്കിലും ഒരു നന്മ നിറഞ്ഞ ഒരു പെരുമാറ്റമോ ഒന്നുമില്ല. പെരുമാറ്റവും വർത്തമാനവും സമീപനം ഒക്കെ മോശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഭർത്താവ് വന്നാല് സലാം പറയണം, എന്റെ ഉമ്മരപ്പടി മാറ്റി വെക്കാൻ വേണ്ടി പറയണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോ ചോദിച്ചു, ആരാ വന്നു? ആ വന്നു. എന്തെങ്കിലും പറഞ്ഞു? നമുക്ക് ഒരു സലാം പറഞ്ഞു, സലാം മടക്കി. വീടിന്റെ ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞു. നാജി വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഒരുങ്ങിക്കോ, പൊരേ പോകാനാണ്. ഉമ്മരപ്പടി നീയാണ്, നിന്റെ സ്വഭാവം ശരിയില്ല, പെരുമാറ്റം ശരിയില്ല, നീ വേഗം പൊരേ പോയി. സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഒഴിവാക്കേണ്ടി വന്നത്. ചൊറുക്കില്ലാഞ്ഞിട്ടല്ല, കുടുംബം നന്നാകാഞ്ഞിട്ടല്ല, ഗോത്രം നല്ല ഗോത്രാകാഞ്ഞിട്ടല്ല. ജുർഹും ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഒരു വർഷത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും വന്നു. ആ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ ആ പെൺകുട്ടി, കതക് തുറന്ന് പുറത്തു വന്ന പെൺകുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ട രൂപത്തിൽ തന്നെ പറഞ്ഞു, ഒന്ന് ഇറങ്ങിക്കോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം, ഒന്ന് ഇറങ്ങി വരും. വാഹനത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ സ്വീകരിക്കാൻ ആ ഫസ്റ്റ് തന്നെ ആ വരവേൽപ്പിന്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. എങ്ങനെ ജീവിതമൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്താണ്. എങ്ങനെ ഭക്ഷണം വെള്ളമുണ്ട്, ഇറച്ചിയുണ്ട്. എപ്പോഴും ഇടക്കിടക്കൊക്കെ ഞങ്ങൾക്ക് മാംസം കിട്ടും, ഇറച്ചി ഉണ്ടാകും, അതുപോലെ തന്നെ വെള്ളമൊക്കെ സുലഭമായി കിട്ടും. ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആർന്നു കൊടുത്തു, പടച്ചോനെ, അവരെ മാംസത്തിലും അവരെ വെള്ളത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകാൻ ഒരുങ്ങുമ്പോ പെൺകുട്ടി പറഞ്ഞു, ഉപ്പ പോകല്ലേ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം, നിങ്ങൾ ഏതായാലും ഇറങ്ങുന്നില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രൂപത്തോട് രൂപമൊത്ത ഒരു നബി പൂർവിക അമ്പിയാക്കളിൽ ഉണ്ടെങ്കിൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ നല്ല വടിവൊത്ത നല്ല സൗന്ദര്യമുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ സഹോദരങ്ങളെ ആദ്യത്തെ പെൺകുട്ടിക്ക് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞില്ല. ഈ പെൺകുട്ടി അകത്തേക്ക് പോയി ഒരു പാത്രം വെള്ളം എടുത്തു കൊണ്ടുവന്ന്, തൊട്ടാലുതോ മുറിയാത്ത ബന്ധമാണ് അമ്മോശനുമായിട്ടുള്ള ബന്ധം. ആ വാഹനത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ചെറിയ ഉത്തരം അവിടെ വെച്ച് ഒന്ന് കയറി നിന്നിട്ട് ഈ വെള്ളത്തിൽ തൊട്ട് പൊടി പുരണ്ട താടിയും തലയും ഒന്ന് വടിച്ച് വൃത്തിയാക്കി കൊടുത്തു.
നല്ല സന്തോഷത്തോടെ പൊടിയൊക്കെ മാറ്റിക്കൊടുത്തു. ഭർത്താവ് വന്നാൽ സലാം പറയണം, ഉമ്മരപ്പടി മാറ്റണ്ട, ഉറപ്പിക്കാൻ വേണ്ടി പറയണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോ ഉപ്പ വന്നിരുന്നു എന്നും സലാം പറഞ്ഞിട്ടുണ്ട് എന്നും ഉമ്മരപ്പടി മാറ്റണ്ട, ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞപ്പോ നീയാണ് ഉമ്മരപ്പടി, നിന്റെ സ്വഭാവം ഉപ്പാക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്, ബറക്കത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. ആ ബന്ധത്തിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 10 മക്കൾ ജനിച്ചത്. സഹോദരങ്ങളെ, ആദ്യത്തെ ബന്ധത്തിലല്ല, രണ്ടാമത്തെ ബന്ധത്തിൽ. എന്തേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പിടിക്കാതിരുന്നത്? സ്വഭാവത്തിന്റെ ദൂഷ്യമാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം ഇഷ്ടം പോലെ ഉല്ലസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളല്ല. ചെറിയ കുടിലാണെങ്കിലും അതിലും താമസിക്കാം. ഏറ്റവും നല്ല സൗന്ദര്യം സ്നേഹമസൃണമായ പെരുമാറ്റമാണ്. ആർക്കും ദഹിക്കാവുന്ന പെരുമാറ്റമാണ്, സ്വഭാവമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നട്ടു വളർത്തേണ്ടത്. അവിടെയാണ് ഉപ്പയും ഉമ്മയും വിജയിക്കേണ്ടത്, മക്കളിലേക്ക് മാതൃകയാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തരത്തിൽ ജീവിക്കാനും നമ്മുടെ മക്കളിലേക്ക് മാതൃകയാക്കി നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.